അപ്പൊ ഇന്ന് ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾ സീക്വൻസ് ആൻഡ് സീരീസിലെ PYQസും പിന്നെ കുറച്ച് ഐഡിയാസും നമുക്കൊന്ന് ഒരു ലാസ്റ്റ് ഒരു മാരത്തോൺ പോലെ ഒരു റിവിഷനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യം ഒന്ന് സ്വന്തമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ചെറിയൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്, എവിടെയാണ് മിസ്റ്റേക്ക് വരുന്നത്. ഇപ്പൊ ഇന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ പഠിച്ചു വരുന്നേ ഉണ്ടാകൂ. സോ ഇന്ന് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ കൺസെപ്റ്റ് തന്നെ അപ്രോച്ച് ചെയ്യുക. ഞാൻ ചെയ്യുന്ന സമയത്ത് ഞാൻ എക്സാം പോയിന്റ് ഓഫ് വ്യൂ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത് കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഒന്ന് ഒരു മിനിറ്റ് 2 മിനിറ്റ് ഞാൻ തരാം, ഒന്ന് ട്രൈ ചെയ്താൽ മതി പതുക്കെ. ഒരു ബുക്കും പേനയൊക്കെ എടുത്തിട്ട് ഇരിക്കുക. ഫുള്ള് പ്രോബ്ലം ആണ്, പിന്നെ കുറച്ച് നോട്ട്സ് ഉണ്ടാകും, അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ആദ്യം ഈ ഒരു സാധനം കാണുമ്പോൾ എന്താണ് ഓർമ്മ വരുന്നത്? സീരീസ് തന്നിട്ടുണ്ട്, x⁻n ആണ്. ആൻഡ് എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 എന്ന് കൂടി തന്നിട്ടുണ്ട്. എപ്പോഴാണ് അത് കൺവേർജ് ചെയ്യുക, എപ്പോഴാണ് അത് ഡൈവേർജ് ചെയ്യുക, അത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ആൻഡ് ഒള്ളി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം, ഡൈവേർജസ് ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1 ബി ഒള്ളി എന്ന് പറഞ്ഞാൽ സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ മാത്രമാണ് ഡൈവേർജ് ചെയ്യുക. അതല്ലാത്ത കേസിൽ വരുന്നുണ്ടെങ്കിൽ ആ ഓപ്ഷൻ തെറ്റാണ്. ഇപ്പൊ ഇത് എക്സ് ഗ്രേറ്റർ ദാൻ 1 ഡൈവേർജ് ആയിരിക്കും, പക്ഷെ ഒള്ളി എന്ന് പറഞ്ഞാൽ തെറ്റാണ്. കാരണം ഇതല്ലാത്ത പോയിന്റിൽ വരുന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ തെറ്റാണ്, അല്ലെങ്കിൽ ഇതിൽ മാത്രം വരുന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ ശരിയാണ്. അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളൊരു ജനറൽ ഫോർം പഠിച്ചായിരുന്നു, എന്തായിരുന്നോ? an(x⁻n) ആണെങ്കിൽ ഈ സീരീസ് ഏത് എക്സിനാണ് കൺവേർജ് ചെയ്യുക, ഏത് എക്സിനാണ് ഡൈവേർജ് ചെയ്യുക നമ്മൾ കണ്ടെത്തുന്നത് വിത്ത് റെസ്പെക്ട് ടു എ റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്ന കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ 6 കണ്ടെത്തുക, അതാണ് നമ്മുടെ ഫസ്റ്റ് ലക്ഷ്യം. ആൻഡ് മോഡ് എക്സ് ലെസ് ദാൻ 6 ആണെങ്കിൽ എപ്പോഴും എന്തായിരിക്കും? കൺവേർജ് ആയിരിക്കും ഓൾവേസ്. ആൻഡ് വാട്ട് അബൌട്ട് മോഡ് എക്സ് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 6? അങ്ങനെയാണെങ്കിൽ എപ്പോഴും ഡൈവേർജ് ആയിരിക്കും. ആൻഡ് വി വാണ്ട് ടു ചെക്ക് മോഡ് എക്സ് ഈക്വൽ ടു ആർ. അവിടെ എന്തായിരുന്നു? മേ ഡൈവേർജ് ഓർ മേ കൺവേർജ്. കൺവേർജ് ചെയ്യാം, ഡൈവേർജും ചെയ്യാം, എന്തും സംഭവിക്കാം. അപ്പൊ നമ്മുടെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് ആദ്യം റേഡിയസ് ഓഫ് കൺവേർജൻസ് കണ്ടെത്തുക, എന്നിട്ട് ഇവിടുത്തെ ഏത് നമ്പറാണെന്ന് ആദ്യം നോട്ട് ചെയ്യാം. നിർത്തരുത്. മോഡ് എക്സ് ഈക്വൽ ടു 6 പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത, എക്സ് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? എക്സ് ഈസ് ഈക്വൽ ടു റേഡിയസ് ഓഫ് കൺവേർജൻസ് എപ്പോഴും ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും ഉണ്ടാവുക. ആർ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ 0 ആയിരിക്കും. നമ്മൾ കണ്ടെത്തുമ്പോൾ മനസ്സിലാവും, മോഡുലസ് ഓഫ് എടുത്തിട്ട് നമ്മൾ ചെയ്യുന്നുള്ളൂ. ഇപ്പൊ എക്സ് ഈക്വൽ ടു 6 മാത്രം ചെക്ക് ചെയ്താൽ മതി എപ്പോൾ? ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 വന്നു കഴിഞ്ഞാൽ. എന്നിട്ട് ആ പോയിന്റിൽ കൺവേർജ് ചെയ്യുന്നുണ്ടോ ഡൈവേർജ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ ഈ ഒരു ഐഡിയ ആണ് നമുക്ക് കണ്ടത്. ഇനി റേഡിയസ് ഓഫ് കൺവേർജൻസ് കണ്ടതിന്റെ ഇക്വേഷൻസ് എന്തൊക്കെയായിരുന്നു? 2 ഇക്വേഷൻസ് ആണ് മെയിനായിട്ട് പഠിച്ചിട്ടുള്ളത്. ഒന്ന് ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി. നമ്മളിവിടെ എക്സിനൊന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. n an എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, ദാറ്റ് ഈസ് x⁻n n. അതേപോലെ സം an എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് n ആയിരിക്കും ഉണ്ടാവുക. n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി an+1 മോഡുലസ് ആണ് എടുക്കുന്നത്. അപ്പൊ മോഡുലസ് ഓഫ് മോഡുലസ് ഓഫ് an+1 എടുക്കുന്നു. അതിന്റെ ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, മറ്റൊരു ഇക്വേഷൻ എന്തായിരുന്നു? നമുക്ക് ചിലപ്പോൾ n ഓടാകുമ്പോൾ ഒരു കേസ്, n ഈവൻ ആകുമ്പോൾ ഒരു കേസ്, അങ്ങനെയാണ് നമ്മൾ എന്താ ചെയ്യുക? 1/limit n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ലിമിറ്റ് സുപ്പ് ഓഫ് an⁻1n. ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി സുപ്രീമം an⁻1n അല്ല, അതിന്റെ റെസിപ്രോക്കൽ ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും? നമ്മളത് an എടുക്കുന്നു, അതിന്റെ n ഓട് n ഈവൻ ആകുന്ന സമയത്ത് an⁻1n എടുക്കുന്നു. അതിന്റെ ലിമിറ്റ് സുപ്രീം എന്ന് പറയുന്നത് 2 കേസിൽ ആരാണ് ഏറ്റവും വലിയ ലിമിറ്റ്, അതാണ് ലിമിറ്റ് സുപ്പ്. അതിന്റെ റെസിപ്രോക്കലാണ് റേഡിയസ് ഓഫ് കൺവേർജൻസ്. ഈ 2 ഇക്വേഷൻസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഉപയോഗിക്കാറ്. ഇവിടെ വേണമെങ്കിൽ മോഡുലസ് പ്ലസ് മൈനസ് വന്നു കഴിഞ്ഞാൽ ഇവിടെ മോഡുലസ് കൊടുക്കാം, കാരണം റേഡിയസ് ഓഫ് കൺവേർജൻസ് എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. മോഡ് an. ക്ലിയർ അല്ലേ? ഇനി ഇവിടെ തന്ന കേസ് എന്താണ്? നമ്മുടെ an എന്ന് പറയുന്നത് 1/x+n ആണ്, കാരണം x⁻n/x+n ആണ്. ഞാൻ പറഞ്ഞായിരുന്നു an is in terms of n മാത്രം എടുത്താൽ മതി. സോ നമുക്ക് വി ക്യാൻ അപ്രോക്സിമേറ്റ് ദിസ് ആസ്
1/n ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാം. പക്ഷേ എക്സ് എന്താവാം, എന്തും ആവാം. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ പ്രോപ്പർട്ടിയും സെയിം ആയിരിക്കും. ആക്ച്വലി സെയിം അല്ല, ഇത് പ്രോപ്പർട്ടീസ് സെയിം ആയിരിക്കും. an 1/x+n, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ എടുത്താലും കുഴപ്പമില്ല. ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു, 1 പോളിനോമിയലൊക്കെ ആണെങ്കിൽ ബെറ്റർ ഇത് തന്നെയാണ്. ഹോൾ റൈസ് ടു n ഒക്കെ വരുന്ന സമയത്ത് ഇതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അല്ലാത്ത കേസിൽ നമ്മുടെ an/an+1 ആണ് സുഖം. അപ്പൊ എന്താണ് വരുന്നത്, an/an+1 എന്ന് പറയുന്നത് 1/x+n/1/x+n പകരം n+1 കൊടുക്കുക. ദാറ്റ് ഈസ് x+n+1/x+n ആണ്. വെൻ n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി, എക്സ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് നമ്പറാണ്, ഒരു ഫൈനൈറ്റ് നമ്പറാണ്. വെൻ n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി നമുക്ക് എന്ത് ചെയ്യാം, ഈ n-നെ കോമൺ ആയിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ എന്ത് വരും, x/n+1+1/n n/x/n+1. നമ്മൾ മുന്നേ പോളിനോമിയലിന്റെ ഇൻഫിനിറ്റി ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്തത്, മുകളിലൊരു പോളിനോമിയല് താഴെ ഒരു പോളിനോമിയല് ഹയസ്റ്റ് ഡിഗ്രി ഉള്ള ഇതിനെ കോമൺ ആയിട്ട് പുറത്തെടുക്കും, ബാക്കിയില്ലാത്തതിനെ അതിനെ കൂടെ ഡിവൈഡ് ചെയ്യും. ഈ n പോയി. വെൻ n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി എന്ന് സംഭവിക്കും, ദിസ് വിൽ ഗോസ്, ഇതൊരു ഫിക്സഡ് നമ്പറാണ്. എക്സ് ഒരു 1 ആവാം, 2 ആവാം, 3 ആവാം, 4 ആവാം. അപ്പൊ ഫിക്സഡ് നമ്പർ ആയതുകൊണ്ട് n ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ഇത് 0യിലേക്ക് പോകും, ഇത് 1ലേക്ക് പോകും, ഇത് 0യിലേക്ക് പോകും, ഇതും 0യിലേക്ക് പോകും, ഇത് 1ലേക്ക് പോകും. ദാറ്റ് ഈസ് 1/1 = 1. അപ്പൊ നമ്മുടെ റേഡിയസ് ഓഫ് കൺവേർജൻസ് ഓഫ് ദിസ് സീരീസ് ഈസ് 1. ഇനി നമ്മൾ എന്ത് ചെയ്യണം, മോഡ് x = 1 കൂടി നമ്മൾ ചെക്ക് ചെയ്യണം. മോഡ് x = 1 എന്ന് പറയുന്നത് ഇവിടെ x > 0 ആയതുകൊണ്ട് x = 1 ചെക്ക് ചെയ്താൽ മതി. ദാറ്റ് ഈസ് എന്താണ്, സമ്മേഷൻ x⁻n എന്തായിരിക്കും, 1⁻n ആകും, ബൈ 1+n ആകും. x⁻n എന്ന് പറയുന്നത് 1⁻n, ദാറ്റ് ഈസ് 1. 1/x+n = 1/1+n ആകും. ഈ സീരീസ് കൺവേർജ് ചെയ്യുന്നുണ്ടോ ഡൈവേർജ് ചെയ്യുന്നുണ്ടോ ആണ് ചോദ്യം. ഇത് കൺവേർജ് ചെയ്യോ ഡൈവേർജ് ചെയ്യോ? കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം 1+n is greater than n ആണ്, ആൻഡ് 1/1+n is less than 1/. കമ്പാരിസൺ തന്നെ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. എന്താണ് 1+n എന്ന് പറയുന്നത് ലെസ് ദാൻ 1/n ആണ്. പറ്റില്ല. ഇത് ഡൈവേർജ് ആയതുകൊണ്ട് അതിന്റെ ചെറുത് ഡൈവേർജ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വലുത് കൺവേർജ് ആണെങ്കിൽ ചെറുത് കൺവേർജ് ആയിരിക്കും, ചെറുത് ഡൈവേർജ് ആണെങ്കിൽ വലുത് ഡൈവേർജ് ആയിരിക്കും. പക്ഷെ ഇതിന് നമുക്കൊന്നും പറയാൻ പറ്റില്ല, കാരണം ചെറുതിനെ പറ്റിയാണ് നമുക്ക് അറിയേണ്ടത്. വലുത് ഡൈവേർജ് ആയതുകൊണ്ട് ചെറുത് ഡൈവേർജ് എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ്. ഒരു ടെസ്റ്റ് ചെയ്തിച്ചോളാം, ഇത് പോസിറ്റീവ് ആണല്ലോ, n 1 ടെൻഡ്സ് ടു ഇൻഫിനിറ്റി, an ഈസ് എ പോസിറ്റീവ് സീക്വൻസ്. അപ്പൊ ഇതൊരു പോസിറ്റീവ് സീരീസ് ആണ്. അപ്പൊ നമുക്ക് ലിമിറ്റ് കമ്പാരിസൺ ഉപയോഗിക്കാം. ലിമിറ്റ് കമ്പാരിസൺ എന്തായിരുന്നു, ഇതൊരു പോളിനോമിയൽ ആണെങ്കിൽ ഇതേ ഡിഗ്രിയിലുള്ള പി സീരീസ് നമുക്കറിയാം 1/n, ഇത് കൺവേർജന്റ് നമുക്കറിയാം. കൺവേർജന്റ് അല്ല, ഡൈവേർജന്റ് നമുക്കറിയാം. കാരണം p is less than or equal to 1 ആണെങ്കിൽ എപ്പോഴും ഡൈവേർജന്റ് ആയിരിക്കും ഇൻ പി സീരീസ് ടെസ്റ്റ്. അപ്പൊ an/bn കണ്ടെത്തി കഴിഞ്ഞാൽ അതെന്താണ്, 1/1+n/1/n ആണ്. ദാറ്റ് ഈസ് n/n+1 ആണ്. This will goes to 1, not equal to 0. That implies both behaves alike. നമ്മൾ പറഞ്ഞായിരുന്നു പോസിറ്റീവ് സീരീസ് ആണെങ്കിൽ ലിമിറ്റ് കമ്പാരിസൺ ഉണ്ട്. അതുപോലെ an ലെസ് ദാൻ ഓർ ഈക്വൽ ടു bn ആണെങ്കിൽ ഇത് കൺവേർജന്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇത് കൺവേർജന്റ് ആയിരിക്കും. ഇനി ഇത് ഡൈവേർജന്റ് ആണെങ്കിൽ ഇത് ഒന്നും പറയാൻ പറ്റില്ല. ബട്ട് ഇത് ഡൈവേർജന്റ് ആണെങ്കിൽ ഇത് എപ്പോഴും ഡൈവേർജന്റ് ആയിരിക്കും. ഇത്രയും നമ്മുടെ കയ്യിലുള്ളൂ. ഇനി ഇത് കൺവേർജന്റ് ആണെങ്കിൽ ഇത് കൺവേർജന്റ് ആണെന്ന് പറയാൻ പറ്റില്ല, ഒന്നും പറയാൻ പറ്റില്ല. ഇവിടെ ചെറിയ പ്രശ്നമുണ്ട്, ചെറുതാണ് ഇത്. സോ വലുത് ഡൈവേർജന്റ് ആണ്, ചെറുത് ഡൈവേർജന്റ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ ലിമിറ്റ് കമ്പാരിസൺ ഉപയോഗിക്കും ബൈ പി സീരീസ് വെച്ചിട്ട്. എന്താ ചെയ്യുക, അതേ ഡിഗ്രിയുള്ള ആൾക്കാരെ പി സീരീസിൽ അപ്രോച്ച് ചെയ്യും. അപ്പൊ നമുക്ക് എപ്പോഴും ലിമിറ്റ് ഒരേ ഡിഗ്രി ആണെങ്കിൽ, പോളിനോമിയൽ മുകളിലും താഴെ ഒരേ ഡിഗ്രി ആണെങ്കിൽ ഒരിക്കലും എന്താവില്ല, 0 ആവില്ല, നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പൊ എന്ത് പറയാം,
ഒരു an/bnന്റെ ലിമിറ്റ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ബോത്ത് ബിഹേവ്സിലേക്ക്, ഈക്വൽ ടു 0 ആണെങ്കിൽ താഴത്തത് കൺവെർജന്റ് ആണെങ്കിൽ മുകളിലത്തതും കൺവെർജന്റ് ആയിരിക്കും. എന്താ പറഞ്ഞത്? 0 ആണെങ്കിൽ ലിമിറ്റ് കമ്പാരിസൺ എല്ലാ പ്രോപ്പർട്ടി വേണമെങ്കിൽ എഴുതാം. സപ്പോസ് an/bn ഈക്വൽ ടു 0, അതിന്റെ കൺവെർജൻസ് 0 ആണെങ്കിൽ എന്താ നമ്മുടെ കണ്ടീഷൻ ഉള്ളത്? ഇഫ് bn കൺവെർജസ്, അങ്ങനെയാണെങ്കിൽ an കൺവേർജ് ചെയ്യും. ബട്ട് bn ഡൈവേർജന്റ് ആണെങ്കിൽ we cannot say anything. നേരെ തിരിച്ച് അതേപോലെ സപ്പോസ് അത് ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നുണ്ടെങ്കിൽ എന്തായിരുന്നു? ഈ കേസ് പറയാൻ പറ്റും. ഇൻഫിനിറ്റി ആണെങ്കിൽ bn ഡൈവേർജന്റ് ആണെങ്കിൽ an ഓൾസോ ഡൈവേർജന്റ്. ഇൻഫിനിറ്റിയിലേക്കാണെങ്കിൽ. ഇനി bn കൺവേർജന്റ് ആണെങ്കിൽ we cannot say anything. ആ രണ്ട് കേസും കൂടി ഒന്ന് ഓർത്ത് നോക്കാം. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? അറ്റ് x=1 അത് ഡൈവേർജന്റ് ആണ്. അപ്പൊ ഓപ്ഷൻസ് നോക്കാം. കൺവേർജൻസ് ഇഫ് x=1, അത് ശരിയാണ്. ഡൈവേർജൻസ് ഇഫ് x=1, അത് ശരിയാണ്. പക്ഷെ ഇവിടെ ഒള്ളി ഉള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിനങ്ങോട്ട് തെറ്റെടുത്തു. കറസ്പോണ്ടിങ് ദിസ് ആക്ച്വലി ശരിയാണ്. നമുക്കിവിടെ ബി ഒള്ളി എന്ന് പറയുമ്പോൾ ഡൈവേർജൻസ് ഇഫ് x=1 ഒള്ളി എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഡൈവേർജൻസ് ഇഫ് x=1 ഒള്ളി, അത് ശരിയാണ്. കൺവേർജൻസ് ഇഫ് x=<= വന്നത് തെറ്റാണ്. അറ്റ് x=1 അത് ഡൈവേർജന്റ് ആണ്. നമ്മളിപ്പോൾ പ്രൂവ് ചെയ്ത് ബൈ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ്. അപ്പൊ നോക്കിയേ ഓപ്ഷൻസ് ഏതൊക്കെയാണ് ശരി? എയും സിയും മാത്രമാണ് ശരി. ഇവിടെ ഒള്ളി ഉള്ളതുകൊണ്ട് കേട്ടോ. ബി ഒള്ളി എന്ന് പറഞ്ഞാൽ തെറ്റാണ്. കാരണം ഡൈവേർജൻസ് ഇഫ് x=1 മാത്രമല്ല x=1 കൊണ്ട്. എ ആൻഡ് ബി ഒള്ളി പറഞ്ഞാലും തെറ്റാണ്. കാരണം =1ലും ഡൈവേർജൻസ് ഉണ്ട്. ക്ലിയർ ആണല്ലോ? ഈ രീതിയിലേക്കാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് വരാറ്. ഇത് കുറച്ച് ഹൈ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നമ്മുടെ റേഡിയസ് ഓഫ് കൺവേർജൻസിനെ പറ്റി പറഞ്ഞു, ലിമിറ്റ് കമ്പാരിസൺസ് പറ്റി പറഞ്ഞു, ലിമിറ്റ് ഫോം മെത്തേഡ്സിനെ പറ്റി പറഞ്ഞു. അപ്പൊ അതൊക്കെ ഒന്ന് റീകോൾ ചെയ്യാം. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. കുറച്ച് സ്പീഡായിരിക്കും ഇന്നത്തെ ക്ലാസ്. കാരണം നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് പിന്നീട് നോക്കാം. ബട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കാം. ഏതെങ്കിലും സ്റ്റെപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മൾ ഇന്ന് സ്പീഡായിട്ട് നിങ്ങൾ എപ്പോഴോ പഠിപ്പിച്ച ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ മനസ്സിലായി കഴിഞ്ഞാൽ അത്രയും ബെറ്റർ ആണ്. മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്ന് പരമാവധി നല്ല ശ്രദ്ധ കൊടുത്തിട്ട് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അത് മനസ്സിൽ സ്വന്തമായിട്ട് ഡീകോഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് നോക്കിയാ ഹോൾ റേസ് ടു n ഒക്കെ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു പോസിറ്റീവ് സീരീസ് ആണെങ്കിൽ റേഷ്യോ ടെസ്റ്റ് ഉണ്ട്, റൂട്ട് ടെസ്റ്റ് ഉണ്ട്. n ആണെങ്കിൽ ഫാക്ടോറിയലൊക്കെ ആണെങ്കിൽ റേഷ്യോ ടെസ്റ്റ് ആണ് നല്ലത്. ആൻഡ് n², n³ ഒക്കെ ആണെങ്കിൽ നമുക്ക് റൂട്ട് ടെസ്റ്റ് ആണ് നല്ലത്. എന്നിട്ട് അതിന്റെ ലിമിറ്റ് കണ്ടെത്തുക. അത് =1 ആണെങ്കിൽ ടെസ്റ്റ് ഫെയിൽസ്, <<1 ആണെങ്കിൽ കൺവേർജന്റ്, >1 ആണെങ്കിൽ ഡൈവേർജന്റ്. അത്രയും നമുക്ക് പറയാം. സപ്പോസ് അത് =1 ആണെങ്കിൽ we want to think something else. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റ് എന്തായിരുന്നു? ഇതിന്റെ ലിമിറ്റ് എങ്ങോട്ടേക്കാ പോകുന്നത്? an നോട്ട് ഈക്വൽ ടു 0യിലേക്കാ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പൊ തന്നെ ഡൈവേർജന്റ് എന്ന് പറയാം. an = 0യിലേക്കാണെങ്കിൽ ആവാം, ആവാതിരിക്കാം. ആദ്യം ചെയ്യേണ്ടത് an എന്താന്ന് എഴുതുക. ഇറ്റ് ഈസ് 1 + 1/n ഹോൾ റേസ് ടു -n². അപ്പൊ സമ്മേഷൻ an കൺവേർജന്റ് ആണോ ഡൈവേർജന്റ് ചെക്ക് ചെയ്ത് നമ്മൾ ആദ്യം an → 0 if summation an is convergent. കൺവേർജന്റ് ആണെങ്കിൽ എപ്പോഴും an → 0 ആയിരിക്കും. സപ്പോസ് an not → 0 implies നമുക്ക് ഡയറക്റ്റ് പറയാം
ഇത് പറയാൻ പറ്റില്ല. എൻ സീറോയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ കൺവെർജന്റ് ആണോ ഇല്ലെന്ന് പറയാൻ പറ്റില്ല. എക്സാമ്പിൾ സമ്മേഷൻ 1/n. എൻ സീറോയിലേക്ക് പോയതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ സീറോയിലേക്ക് അല്ല പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അവിടെ പറയാം. അപ്പൊ ഇത് നോക്കുമ്പോൾ ഏത് ഫോർമാറ്റ് ആണ്? ഇത് ഡിനോമിനേറ്ററിൽ വരുന്നത്. ദറ്റ് ഈസ് 1/1 + 1/n ഹോൾ റൈസ് ടു n സ്ക്വയർ ആണ്. ഇത് എങ്ങോട്ടേക്കാ പോകുന്നത് നോക്കാം. ഇവിടെ നമുക്ക് n → 0 ചെക്ക് ചെയ്യുന്ന പകരം നമുക്ക് വേറൊരു മെത്തേഡാണ് ഞാൻ ഇവിടെ ഫസ്റ്റ് ഉപയോഗിക്കുന്നത്. വേണമെങ്കിൽ അത് ഉപയോഗിക്കാം, സമയം കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. n⁻1/n എന്താണ് ഈ ടെസ്റ്റിന്റെ പേര്? റൂട്ട് ടെസ്റ്റ്, കോഷി റൂട്ട് ടെസ്റ്റ് എന്ന് പറയും, അല്ലെങ്കിൽ റൂട്ട് ടെസ്റ്റ് പറയും. ഇത് എല്ലിലേക്കാണ് പോകുന്നുണ്ടെങ്കിൽ L = 1, ടെസ്റ്റ് ഫെയിൽസ്. L is less than 1, convergent. Divergent. അപ്പോൾ ഡയറക്റ്റ് അത് ഉപയോഗിക്കുന്നത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഐഡിയ. എന്താണ് n⁻1/n എന്ന് പറയുന്നത് 1 + 1/n ഹോൾ റൈസ് ടു -n സ്ക്വയർ ഹോൾ റൈസ് ടു 1/n. n സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരുന്നു? n × n നെയാണ് നമ്മൾ എന്ത് പറയാ? n സ്ക്വയർ പറയാ. n. അപ്പോൾ ഒരു n അങ്ങോട്ട് ക്യാൻസൽ ആയി. അപ്പൊ എന്ത് സംഭവിക്കാം? 1 + 1/n ഹോൾ റൈസ് ടു -n ആയി വന്നു. 2n ആണെങ്കിൽ നേരെ തിരിച്ചാണ്. 1 + 1/n ഹോൾ റൈസ് ടു 2n ആണെങ്കിൽ എന്താ സംഭവിക്കുക? 1/n ആകുമ്പോൾ 1 + 1/n ഹോൾ സ്ക്വയർ ആയിട്ട് വരും. പക്ഷെ ഇവിടെ എന്താണ്? n സ്ക്വയർ ആയതുകൊണ്ട് n² = 1/n എന്ന് പറയുന്നത് നമ്മൾ എന്തായിട്ട് എഴുതുക? n × n/n ആണ്. ശ്രദ്ധിക്കുക, ഇവിടെ n⁻2/n എന്ന് എഴുതരുത്. n² വരുമ്പോൾ n × n/n ആയിട്ട് കൺസിഡർ ചെയ്യണം. അതൊന്ന് ശ്രദ്ധിക്കുക, മാറിപ്പോകരുത് ഈ ഒരു കൺസെപ്റ്റ്. ഇവിടെ ചെറിയ മിസ്റ്റേക്ക് വന്നാൽ തന്നെ മൊത്തത്തിൽ ഉത്തരം തെറ്റും. ഇപ്പൊ n² ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? n × n/n ആക്കി എഴുതുക. ഇതെന്താണ് ആക്ച്വലി? 1/1 + 1/n ഹോൾ റൈസ് ടു n ആണ്. കാരണം a⁻−1 എന്ന് പറയുന്നത് 1/a ആണ്. a⁻−2 എന്ന് പറയുന്നത് 1/a² ആണ്. അപ്പോൾ -n ആണെങ്കിൽ നേരെ ഡിനോമിനേറ്ററിലേക്ക് പോയി. ഈ ലിമിറ്റ് എങ്ങോട്ടേക്കാ പോവാ? 1 + 1/n ഹോൾ റൈസ് ടു n എങ്ങോട്ടേക്കാ പോവാ? n → ∞. ബേസ് 1ലേക്ക് പോകുന്നു, പവർ ഇൻഫിനിറ്റിയിലേക്ക് വന്നു. 1⁻∞ ഫോം. അതിന്റെ ലിമിറ്റ് എപ്പോഴും e⁻β ഫോർമാറ്റ് ആയിരിക്കും. വേർ ബീറ്റ എന്ന് പറയുന്നത് ലിമിറ്റ്, ഇവിടെ n → ∞ ആയതുകൊണ്ട് ലിമിറ്റ് n → ∞ f(n -1 × g(n), വേർ f(n) എന്ന് പറയുന്നത് ബേസ് ആണ് 1ലേക്ക് പോകുന്നത്. ആൻഡ് g(n) എന്തായിരുന്നു? അതിന്റെ പവർ ആണ്. അപ്പൊ എന്തായിരിക്കും ബീറ്റ? ആൻഡ് ലിമിറ്റ് x → a പകരം ഇവിടെ n → ∞ പോകുമ്പോൾ നമ്മൾ കണ്ടെത്തുന്നത് 1 + 1/n -1 × n ആണ്. -1 -1/n n പോയി ബീറ്റ = 1 ആണ്. ദാറ്റ് ഈസ് e⁻1 ആണ് അതിന്റെ ലിമിറ്റ്. 1 + 1/n ഹോൾ റൈസ് ടു n പോകുന്നത് ഇയിലേക്കാണ്. ദാറ്റ് ഈസ് 1/e പോവുക. ദാറ്റ് ഈസ് സ്ട്രിക്ട്ലി ലെസ് ദാൻ 1 സിൻസ് e = 2.78 സംതിങ് എന്തോ. സ്ട്രിക്ട്ലി ലെസ് ദാൻ ആണെങ്കിൽ അത് കൺവെർജന്റ് ആയിരിക്കും. സോ വി ക്യാൻ സേ ദിസ് ഈസ് എ കൺവെർജന്റ് സീക്വൻസ്. ചെറിയൊരു ഐഡിയ ഉള്ളൂ. റൂട്ട് ടെസ്റ്റ് ആണ് ഉപയോഗിച്ചത് അവിടെ. പക്ഷെ 1⁻∞ പോകുമ്പോൾ എങ്ങനെയാണെന്ന് കണ്ടെത്തുന്ന കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. മറ്റേ നമ്മുടെ an പറ്റി എങ്ങനെ ചെക്ക് ചെയ്യാം? 1/1 + 1/n ഹോൾ റൈസ് ടു n² ആണ് നമ്മുടെ n അല്ലേ? an അതല്ലേ? താഴേക്ക് വരുമ്പോൾ അങ്ങനെയല്ലേ വരുമോ? അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിന്റെ ലിമിറ്റ് കണ്ടെത്താനാണ് ആദ്യം ചിന്തിക്കുന്നത്. ദാറ്റ് ഈസ് അതെന്തായിരിക്കും?
നമ്മൾ എന്ത് ചെയ്യുന്നു? 1 + 1/n ഹോൾ റേസ് ടു n സ്ക്വയർ. അതിന്റെ ലിമിറ്റ് എന്തായിരിക്കും? e റേസ് ടു ബീറ്റ. ബീറ്റ എന്തായിരിക്കും? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി. എഫ് ഓഫ് n എന്താണ്? 1 + 1/n - 1. അപ്പൊ എന്താകും? 1/n മാത്രം എക്സിസ്റ്റ് ചെയ്യും. ഇൻറ്റു g ഓഫ് n ആണ്. ദറ്റ് ഈസ് ഒരു n പോയി. when n ടെൻസ് ടു ഇൻഫിനിറ്റി ബീറ്റ വിൽ ഗോസ് ടു ഇൻഫിനിറ്റി. ദറ്റ് ഈസ് e റേസ് ടു ഇൻഫിനിറ്റി. e റേസ് ടു ഇൻഫിനിറ്റി എങ്ങോട്ട് പോവാ? ഇൻഫിനിറ്റിയിലേക്ക് പോവാ. ദറ്റ് ഈസ് 1/∞ വിൽ ഗോസ് ടു 0. അപ്പൊ എനെ എങ്ങോട്ടേക്ക് തന്നെയാണ് പോകുന്നത്? 0ലേക്ക് തന്നെയാണ് പോകുന്നത്. ഈ രീതിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റീകോൾ ചെയ്യാം. മുകളിലെ സാധനം നേരെ താഴേക്ക് എഴുതുക. അതിനുശേഷം അതിന്റെ ലിമിറ്റ് എങ്ങോട്ടാ പോകുന്ന നോക്കുക. അത് 1/∞ ഫോർമാറ്റ് ആണെങ്കിൽ നമ്മുടെ ഐഡിയ എന്തായിരുന്നു? e റേസ് ടു ബീറ്റ ആയിരിക്കും. ബീറ്റ എന്ന് പറയുന്നത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി f ഓഫ് n - 1 ഇൻറ്റു g ഓഫ് n ആണ്. വെൻ n ടെൻസ് ടു ഇൻഫിനിറ്റിയിലേക്കാണ്. കാരണം ഇവിടെയൊക്കെ നമ്മൾ സീരീസിന്റെ കേസൊക്കെ എക്സ്റ്റെൻസ് പകരം n ടെൻസ് ടു ഇൻഫിനിറ്റി നമ്മൾ കണ്ടെത്തുക. അത് ഇൻഫിനിറ്റി 1/∞ പോകുന്നത് 0യിലേക്കാണ്. ശ്രദ്ധിക്കുക, e റേസ് ടു ഇൻഫിനിറ്റി ആണ്. ആൻഡ് e റേസ് ടു -∞ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണ് സാർ. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയാൽ ഞാൻ പറഞ്ഞിരുന്നു മാച്ച് ദ ഫോളോയിങ് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ട ഐഡിയ ഞാൻ പല തവണ പറഞ്ഞു തന്നിരുന്നു. ആദ്യം നോക്കേണ്ടത് നിങ്ങൾ ഇവിടത്തേക്കല്ല നോക്കേണ്ടത്, ഇവിടത്തേക്ക് നോക്കുക. ഇവിടത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും ഡി എന്ന് പറയുന്നത് കോമൺ ആയിട്ട് വരുന്ന ആൾക്കാരുണ്ട്, സിക്കും കോമൺ ആയിട്ട് വരുന്ന ആൾക്കാരുണ്ട്, ബിക്ക് കോമൺ ആയിട്ട് വരുന്ന ആരുമില്ല. അപ്പൊ ബി എങ്ങോട്ട് മാപ്പ് ചെയ്യുന്ന അറിയുന്ന ആളാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടും. ചിലപ്പോൾ ബി കിട്ടുന്നില്ല, അപ്പൊ എന്ന് കിട്ടും, എയും കിട്ടി, അതേപോലെ സിയും കിട്ടി. അപ്പൊ എയും സിയും നിങ്ങൾക്ക് പറയാൻ പറ്റി കഴിഞ്ഞാൽ എ ഇപ്പൊ സപ്പോസ് 4ലേക്കാണ് പോകുന്നത്, അപ്പൊ ഇത് മാത്രമേ ഉള്ളൂ. ആൻഡ് സി പോകുന്നത് സെക്കൻഡിലേക്കാന്ന് ഇരിക്കാം. അപ്പൊ നമുക്ക് എന്താ ചെയ്യാം? ഇതാണ് നമ്മുടെ ആൻസർ. അങ്ങനെ പല രീതിയിൽ എല്ലാം അറിയണമെന്ന് ഇവിടെ നിർബന്ധമില്ല. ഈ സീരീസ് കൺവെർജന്റ് ആണോ ഡൈവർജന്റ് ആണോ? ഇത് എന്ത് ഫോർമാറ്റ് ആണ്? സമ്മേഷൻ 1/n⁻p അല്ലേ? നിങ്ങൾ എപ്പോൾ ശ്രദ്ധിക്കുക, സമ്മേഷൻ 1 ഡിനോമിനേറ്ററിൽ n വന്നു, സം p വന്നു കഴിഞ്ഞാൽ 1/n⁻p സ്ട്രക്ചർ ഇഫ് p is greater than 1 ആകുമ്പോൾ എപ്പോഴും കൺവേർജന്റ്, p less than or equal to 1 ആകുമ്പോൾ എപ്പോഴും ഡൈവേർജന്റ്. ഇവിടുത്തെ p എന്താണ് നോക്കണം. ചിലപ്പോൾ സമ്മേഷൻ n³ ഒക്കെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ p സീരീസ് ആയിട്ട് എടുക്കരുത്. ഇതിന് നമ്മൾ എങ്ങനെ എഴുതണം? 1/n⁻³ ഒക്കെ എഴുതാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇതിന് ഡയറക്റ്റ് ഡൈവേർജന്റ് പറയാൻ സിമ്പിൾ ആണ്. എന്താണ്? an is equal to n³ that is goes to infinity not equal to 0. അപ്പൊ 1/n³ വരുന്ന സമയം n⁻p വരുന്ന സമയത്താണ് p സീരീസ്, അല്ലാതെ ഈ വരുന്ന സമയത്തല്ല. ഇവിടുത്തെ p എന്താണ്? 3/2. 3/2 is always greater than 1 ആണ്. സോ കൺവേർജന്റ് ആണ്. ദിസ് ഈസ് മാപ്സ് ടു 4. അപ്പൊ a goes to 4. അപ്പൊ ഇതാവാം. സി നമ്മൾ ഇപ്പൊ ചെയ്ത അതേ സാധനം ഇവിടുന്ന് എന്നിനെ പുറത്തെടുക്കുക. എന്താ വരിക? ഇവിടുന്ന് എന്നിനെ പുറത്തെടുക്കുക. അപ്പൊ എന്ത് സംഭവിക്കാം? 1 + 1/n ഹോൾ റേസ് ടു 2n+1. താഴെയോ അതേപോലെ 1 + 2πn ഹോൾ റേസ് ടു 2n+1. പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എന്നിനെ പുറത്തെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം? എന്നും ക്യാൻസൽ ആയി. എന്നിനെ അല്ല ആക്ച്വലി ക്യാൻസൽ ആകുന്നത് n⁻²n+1/n⁻²n+1 ആണ് ക്യാൻസൽ ആകുന്നത്. ഓക്കെ, ഇതിനിങ്ങനെ എഴുതാം. എന്താണ്? ബേസ് 1ലേക്ക് പോകുന്നു, പവർ ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു. സോ 1⁻∞ ഫോർമാറ്റ്, ഇത് 1⁻∞ ഫോർമാറ്റ്. അപ്പൊ എന്താ ചെയ്യാം? ആദ്യം ഇതിന്റെ e⁻β ആയിരിക്കും 1 + 1/n ഹോൾ റേസ് ടു 2n+1 ലിമിറ്റ്. ദാറ്റ് ഈസ് ബേസ് 1 + 1/n ആണ്. 1 + 1/n - 1 f ഓഫ് n ഇൻറ്റു g ഓഫ് n ആണ്. ദാറ്റ് ഈസ് ഇതും പോയി. ദിസ് വിൽ ഈക്വൽ ടു 2n+1/n ആണ്.
ഇവിടുന്ന് എന്നിനെ പുറത്തിറക്കുമ്പോൾ എങ്ങോട്ടേക്ക് പോകും? 2ലേക്ക് പോകും. എന്നെ പുറത്തിറക്കുമ്പോൾ എന്നും പോയി 2 + 1/n ആണ്. This will goes to 2. So we can write this limit will goes to e raised to 2. താഴത്തത് അതേപോലെ 1 + 2πn whole raised to 2n + 1 will goes to e raised to some beta, where beta equal to 1 + 2πn minus 1 into 2n + 1. That is equal to 1ഉം 1ഉം പോയി 2 into 2n + 1/n ആണ്. എന്നിനെ പുറത്തിറക്കുന്ന സമയത്ത് എന്ത് വരും? 2 into 2 + 1/n ആയിട്ട് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 4. ഓൾറെഡി ഒരു 2 ഉണ്ട്. പിന്നെ ഇവിടുന്ന് 2നെ പുറത്തിറക്കുമ്പോൾ, അല്ലെങ്കിൽ ഇവിടുന്ന് എന്നിനെ പുറത്തിറക്കുകയാണെങ്കിൽ ഈ എന്നും ഈ എന്നും പോയി ഇവിടെ പിന്നുള്ളത് 2 + 1/n ആണുള്ളത്. എന്നും പോയി കഴിഞ്ഞാൽ ലിമിറ്റ് ടെൻഡൻസി ദിസ് വിൽ ഗോസ് ടു 2 ആൻഡ് ഓൾറെഡി 2 ഉണ്ട്, 4ലേക്ക് പോയി. ദാറ്റ് ഈസ് e raised to 4 ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഇതെന്ന് പറയുന്നത് e raised to 2 ആണ്. താഴത്തത് e raised to 4 ആണ്. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? e raised to -2 എന്ന് എഴുതാം. കാരണം ഈ 4 ഇങ്ങോട്ട് വരുന്ന സമയത്ത് e raised to 2 - 4 ആണ്. ദാറ്റ് ഈസ് e raised to -2 ആണ്. അതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ? a raised to m into a raised to n ആണെങ്കിൽ a raised to m + n ആണ്. a raised to m/a raised to n ആണെങ്കിൽ a raised to m - n ആണ്. കാരണം a raised to n-നെ നമുക്ക് എങ്ങനെ എഴുതാം? a raised to -n ആക്കി എഴുതാം. അപ്പോൾ ദിസ് ഈസ് ഗോസ് ടു, ഓക്കെ, അപ്പൊ തന്നെ ആൻസർ കിട്ടി. 1 goes to 4 and c goes to 2. So our answer is, this is our answer. ബാക്കി ഇവരൊക്കെ പറ്റിയിട്ട് നമുക്ക് വേണമെങ്കിൽ നോക്കാം. ഇതെന്തിന്റെ എക്സ്പാൻഷൻ ആയിരുന്നു? നമുക്കറിയാം e raised to x എന്തായിരുന്നു? 1 + x + x² / 2 factorial plus x³ / 3 factorial plus etc. അപ്പോൾ e raised to 1 എന്താണ്? 1 + 1 + 1/2 factorial plus 1/3 factorial plus etc. e raised to 1 - 1 എന്താണ്? 1 + 1/2 factorial plus 1/3 factorial plus etc. താഴെ തന്ന സാധനം നോക്കിയേ, 1 + 1/2 factorial plus 1/3 factorial plus etc. plus 1/n factorial. സോ ഇത് ആക്ച്വലി എങ്ങോട്ടേക്കാണ് പോകുന്നത്? e - 1ലേക്കാണ് പോകുന്നത്. ആൻഡ് ദിസ് ഈസ് എ മോണോട്ടോൺ ആണ് ആൻഡ് കൺവേർജന്റ് ആണ്. കാരണം പോസിറ്റീവ് ടേംസ് നമ്മൾ ആഡ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് എ മോണോട്ടോൺ സീക്വൻസ് ആണ്. x1 എന്ന് പറഞ്ഞാൽ ഇത് മാത്രം. x2 ഇതിനോടൊരു പോസിറ്റീവ് നമ്പർ ആഡ് ചെയ്തു. s3 അഗെയിൻ ഒരു പോസിറ്റീവ് നമ്പർ ആഡ് ചെയ്തു. s4 അഗെയിൻ പോസിറ്റീവ്. അപ്പോൾ ഒരു മോണോട്ടോൺ ആണ്. കൺവേർജന്റ് ചെയ്യും എങ്ങോട്ടേക്ക്? e - 1ലേക്ക്. ആൻഡ് ദിസ് ഈസ് ഡൈവേർജന്റ്. ഡൈവേർജന്റ് പറയാൻ എന്താ സിമ്പിൾ എന്താണ്? 3 raised to n/n² ആണ് നമ്മുടെ an. an എങ്ങോട്ടേക്കാ പോവാ? ഞാൻ പറഞ്ഞത് ഇതൊരു പവർ ആണ്. ലിമിറ്റ് n tends to infinity 3/n/n². when n tends to infinity, infinity by infinity. L'Hopital's rule ഉപയോഗിക്കും. this limit n tends to infinity. ഇതിന്റെ ലിമിറ്റ് എന്താണ്? a raised to n log 3/2n. again infinity by infinity ആണ്. ലിമിറ്റ് n tends to infinity log 3 whole square into 3 raised to n/2 ആണ്. still goes to infinity. നമുക്കറിയാം ലിമിറ്റ് n tends to infinity a raised to n എന്ന് പറയുന്നത് a raised to d/dn of a raised to n എന്ന് പറയുന്നത് എന്തായിരുന്നു? a raised to n into log a ആണ്, അല്ലേ? ഇതന്നെയല്ല ഇക്വേഷന്? ഡെറിവേറ്റീവ് ഓഫ് a raised to n എന്ന് പറയുന്നത് ഇതല്ലേ? യെസ് സാർ. ഓക്കെ, എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറ. സാർ ആ മൂന്നാമത്തെ സ്റ്റെപ്പ് ഒന്നുകൂടെ പറയാം. ഏത് മൂന്നാമത്തെ? ഇവിടുത്തെ log 3 the whole square. അത് എത്രയല്ലോ? അഗെയിൻ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അഗെയിൻ L'Hopital's
അഗൈൻ ലോപിത്തൽസ് ഉപയോഗിക്കുന്നത് ഇവിടെ തന്നെ ലോപിത്തൽസ് ഉപയോഗിക്കുമ്പോൾ ഇതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ log 3 കോൺസ്റ്റന്റ് ആണല്ലോ, log 3 പുറത്തെടുത്തു. പിന്നെ എന്തെന്നെ വരിക, 3 ഡെറിവേറ്റീവ് എന്താണ്, 3 log 3. അപ്പൊ log 3 രണ്ട് പ്രാവശ്യം എന്ന് പറഞ്ഞാൽ log 3 ഹോൾ സ്ക്വയർ ഇൻറ്റു 3 താഴത്തിന്റെ ഡെറിവേറ്റീവ് എന്താണ്, 2 ഡെറിവേറ്റീവ് 2 ആയിരിക്കും. അപ്പം ഇവിടെ when n tends to infinity 3 will goes to infinity, this will goes to a constant. ഓക്കെ സാർ, ഓക്കെ ആണ്. ഓക്കെ അല്ലേ? സോ ആൻസർ എന്ന് പറയുന്നത് എ. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു ഐഡിയ എന്ന് പറയുന്നത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ എല്ലാം കറക്റ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത്. ഓപ്ഷൻ നോക്കുക, അതിൽ നിങ്ങൾക്ക് അറിയുന്നവരെ വെച്ചിട്ട് ആൻസർ മാർക്ക് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. എല്ലാം കിട്ടാത്തതുകൊണ്ട് അവിടെ ഇരുന്ന് സമയം കളയരുത്. ഒരു റിക്വസ്റ്റ് ആണ്. ടൈം ഈസ് വെരി ഇമ്പോർട്ടന്റ്. അതിലാണ് നിങ്ങളുടെ സ്കില്ല് നിങ്ങൾ കാണിക്കേണ്ടത്. എല്ലാം പറയാം, പക്ഷെ സമയം എത്തിയില്ല എന്നൊരു പ്രശ്നം പറയരുത്. ഇത് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. എക്സാമിന് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു 200-230 മാർക്ക് വാങ്ങുക. അതിനുവേണ്ടി ഞാൻ പറഞ്ഞായിരുന്നു, ഗ്രൂപ്പ് തിയറി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അപ്രോച്ച് ചെയ്യാൻ പറ്റും. ലീനിയർ ഓൾജിബ്രയും പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അപ്രോച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ സീക്വൻസും അതുപോലെ കോംപ്ലക്സും കുറച്ചൊരു ഐഡിയ മതി. അല്ലാതെ കുറേ ഇന്റഗ്രേഷൻ ചെയ്ത് സമയം കളയേണ്ട ആവശ്യമില്ല. അപ്പൊ എന്ത് ചെയ്യുക, മോസ്റ്റ് ആക്യുറേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് ചെയ്യുക, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. ആ ക്വസ്റ്റ്യൻ ഒരുപാട് സമയം കളയരുത്. പിന്നെ ഇന്നലെ നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്തല്ലോ, ഏത് റേഡിയസ് ഓഫ് കൺവെർജൻസ് കണ്ടെത്തുമ്പോൾ നമുക്ക് എന്തോ 3π എങ്ങനെ കിട്ടിയില്ലേ? പക്ഷെ ഓപ്ഷനിൽ 3π ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരുപാട് സമയം ഇവിടെ കളഞ്ഞു. അപ്പൊ അവിടെ ശരിക്കും എന്താ പറ്റിപ്പോയെന്ന് വെച്ചാല് ഓപ്ഷൻ തെറ്റിയതായിരുന്നു. ഓപ്ഷനിൽ ശരിക്കും 2πക്ക് പകരം 3π ആയിരുന്നു വേണ്ടത്. അപ്പൊ നമ്മൾ ചെയ്ത മെത്തേഡൊക്കെ കറക്റ്റ് ആയിരുന്നു, പക്ഷെ നമുക്ക് ചെറിയ ഡൗട്ട് വരാനുള്ള കാരണം എന്തായിരുന്നു, ഓപ്ഷനിൽ ആ ആൻസർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒരുപാട് സമയം കളഞ്ഞു. അപ്പം എക്സാം പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കിട്ടി, നിങ്ങൾ എങ്ങനെ ചെയ്തിട്ട് അത് മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പൊ എന്ത് ചെയ്യാം, ചിലപ്പം ഓപ്ഷൻസ് തെറ്റാനുള്ള സാധ്യത കൂടുതൽ ഉണ്ടാവാം. പക്ഷെ എല്ലാ ഓപ്ഷനും തെറ്റെന്ന് ഞാൻ പറയില്ല, നിങ്ങൾ ചെയ്ത തെറ്റാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒന്ന് നോക്കി രണ്ടാമത് നോക്കി തെറ്റൊന്നും എവിടെയും കണ്ടെത്താൻ പറ്റുന്നില്ല. അപ്പൊ ഓപ്ഷനിൽ ആ ഓപ്ഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, വേണമെങ്കിൽ അത് മാർക്ക് ചെയ്യാം, ഏതെങ്കിലും ഒരു ഓപ്ഷൻ മാർക്ക് ചെയ്യാം. ചിലപ്പോൾ ക്വസ്റ്റ്യൻ തെറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ എന്തെങ്കിലും എഴുതിയിട്ട് നിങ്ങൾ നേരെ പോയിട്ട് വെറുതെ ഓക്കെ ഞാൻ ചെയ്തത് ശരിയാണ് അതുകൊണ്ട് വേറെ വഴിയില്ല, 100% ഉറപ്പുണ്ടെങ്കിൽ മാത്രം മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ അത് മാർക്ക് ചെയ്യാതെ സ്കിപ്പ് ചെയ്യുക. അതിൽ ഒരുപാട് സമയം കളയരുത്. ഇപ്പൊ ഇന്നലെ ചെയ്ത ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്ത മെത്തേഡ് കറക്റ്റ് ആണ്, 3π തന്നെയാണ് ആൻസർ. പക്ഷെ ഓപ്ഷൻ അത് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒരുപാട് സമയം കളഞ്ഞു. പക്ഷെ ഓപ്ഷനിൽ തെറ്റിപ്പോയതാണ്. ഓക്കെ, ഇന്നത്തെ 3π തന്നെയാണ് കേട്ടോ ആൻസർ. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, സമ്മേഷന്റെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. വാല്യൂ ചോദിക്കുന്നത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, n റണ്ണിങ് ഫ്രം എവിടെ നിന്ന് എങ്ങോട്ടാണ്. നമ്മൾ പറഞ്ഞിരുന്നു സമ്മേഷൻ a⁻n, വെൻ n റണ്ണിങ് ഫ്രം 0 to infinity ആണെങ്കിൽ 1/1 - a ആണ്. സമ്മേഷൻ n റണ്ണിങ് ഫ്രം 1 to infinity a⁻n ആണെങ്കിൽ ഫസ്റ്റ് ടേം എന്താണ്, a ആണ്. ദിസ് a/1 - a ആയിരിക്കും. ശ്രദ്ധിക്കുക ഈ രണ്ട് ഇക്വേഷൻ. ഇനി n റണ്ണിങ് ഫ്രം 2 ആണെങ്കിൽ എന്തായിരിക്കും, ഫസ്റ്റ് ടേം a² ആണ്. ദിസ് 1/1 - a ആയിരിക്കും. കാരണം റിപ്പീറ്റ് ചെയ്യുന്ന ടേം 6 എന്ന് പറയുന്നത് a ആണ്. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്താണ് ഇവിടെ, നമുക്കിവിടെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത്, സപ്പോസ് സീരീസ് ഈസ് a പ്ലസ് AR+AR² പ്ലസ് എക്സെട്ര ആണെങ്കിൽ ഫസ്റ്റ് ടേം ആണ് നമ്മൾ എവിടെ വരുന്നത്, ഇതിന്റെ a അല്ലെങ്കിൽ വേണ്ട. ഈ സമ്മ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റ് ടേം ബൈ 1 - ഏത് ടേം ആണോ ഫസ്റ്റ് ടേമിനോട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ 6 പിന്നെ r², ഈ ടേമിന് 6 മൾട്ടിപ്ലൈ ചെയ്തു, എഗെയിൻ 6 മൾട്ടിപ്ലൈ ചെയ്തു, ആ മൾട്ടിപ്ലൈ ചെയ്തു ജിയോമെട്രിക് സീരീസ് ആണ് ഇത്. അപ്പൊ ജിയോമെട്രിക് സീരീസ് ആണെങ്കിൽ ഒരു നമ്പർ ഉണ്ടാകും, ആ നമ്പറിലെ നമ്മൾ ഒരു ഫിക്സഡ് നമ്പർ കൊണ്ട് നമ്മളിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം 6 മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്പർ, ഫിക്സഡ് നമ്പർ ഉണ്ട്, 6 മൾട്ടിപ്ലൈ ചെയ്തു, എഗെയിൻ അതിന് 6 മൾട്ടിപ്ലൈ ചെയ്തു, എഗെയിൻ അവിടെ 6 മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ താഴെ വരുന്നത് ആ 6 ആയിരിക്കും. ആൻഡ് ഇഫ് മോഡ് r ഈസ് ലെസ് ദാൻ 1 ആകുമ്പോൾ മാത്രമാണ് കൺവേർട്ട് ചെയ്യുക. ഇഫ് മോഡ് r ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അത് ഡൈവേർജന്റ് ആയിരിക്കും. ഇവിടുത്തെ കേസിൽ മോഡ് a ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ ഡൈവേർജന്റ് ആയിരിക്കും, മോഡ് a ലെസ് ദാൻ 1 ആകുമ്പോൾ മാത്രമാണ് അത് കൺവേർട്ട് ചെയ്യുക. നമ്മൾ അതിന്റെ പ്രൂഫ് ഒക്കെ ചെയ്തിട്ടുണ്ട് ജിയോമെട്രിക് സീരീസിന്റെ. ഇതിന്റെ ആൻസർ ഒന്ന് നോക്കി ചെയ്ത് നോക്കിയേ.
നമുക്ക് എ റേസ് ടു എൻ സ്ട്രക്ചർ ആക്കണം. അപ്പൊ ഇവിടെ എ റേസ് ടു എൻ പ്ലസ് 2 ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ എ റേസ് ടു എൻ ഇൻറ്റു എ സ്ക്വയർ ആക്കി എഴുതും. എന്നിട്ട് എ സ്ക്വയർ കോൺസ്റ്റന്റ് പുറത്തെടുക്കാം. ഞാൻ പറയുന്നു സീരീസിന്റെ കേസിൽ ഒരു കോൺസ്റ്റന്റ് വന്നതിനെ പുറത്തെടുക്കാം. നമുക്ക് അതിനെ പുറത്തെടുത്തിട്ട് നമ്മൾ ഈ ഒരു ഐഡിയ ഉപയോഗിക്കുക. ഇവിടെ എൻ റണ്ണിങ് ഫ്രം 1 ആയതുകൊണ്ട് ഇതാണ് ഉപയോഗിക്കേണ്ടത്. എ എന്താണ് കണ്ടത്. ഈ ഇക്വേഷൻസ് വന്നൊക്കെ എവിടെ നിന്നൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ജിയോമെട്രിക് സീരീസിന്റെ ഫൈനൈറ്റിന്റെ കേസ് എന്തായിരുന്നു? n-1 ആണെങ്കിൽ ഇതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് a ഇൻറ്റു 1 മൈനസ് ആർ റേസ് ടു എൻ ബൈ 1 മൈനസ് ആർ ഇഫ് ആർ ഈസ് ലെസ് ദാൻ 1 ആൻഡ് a ഇൻറ്റു ആർ റേസ് ടു എൻ മൈനസ് 1 ബൈ ആർ മൈനസ് 1 ഇഫ് mod r is greater than 1 and r raised to n will goes to infinity if mod r is greater than 1 and r raised to n will goes to 0 if r is less than 1. And when r equal to 1 ആകുന്ന സമയത്ത് എന്തായിരിക്കും? a plus a plus a plus etc a it is n ആയിരിക്കും. that will goes to infinity. അപ്പൊ ഇതും എക്സിസ്റ്റ് ചെയ്യില്ല ഈ സമയത്ത്. when r is greater than 1 ആകുമ്പോൾ ഈ വാല്യൂ അങ്ങോട്ടേക്ക് പോകും, a ഇൻറ്റു ഇൻഫിനിറ്റിയിലേക്ക് പോകും. that is this is also divergent. ഇത് മാത്രമാണ് കൺവേർജ് ചെയ്യുക. rn will goes to 0 that is a by 1 minus r ആകും. ഇത് നമുക്കറിയാം r raised to n will goes to infinity. when r is equal to 1 r raised to n എന്നാണ് 1 തന്നെയാണ്. പക്ഷെ അവിടെ നമ്മൾ എന്തായിരിക്കും? a പ്ലസ് ആയതുകൊണ്ട് n ദാറ്റ് സീരീസ് വിൽ കൺവേർജ് ടു ഇൻഫിനിറ്റി ആയിരിക്കും. ഇതൊക്കെ നമ്മൾ പ്രൂവ് ചെയ്താണ്. ഇത് പ്രൂവ് ചെയ്ത് നമ്മൾ ഉപയോഗിച്ച് എന്തായിരുന്നു? an പ്ലസ് 1 ബൈ an എടുത്തു. D'Alembert's ടെസ്റ്റ് ദറ്റ് ഈസ് r റേസ് ടു n പ്ലസ് 1 ബൈ r റേസ് ടു n ആണ്. ദറ്റ് ഈസ് r. r is less than 1 an will goes to 0. r is greater than 1 an will goes to infinity. അപ്പൊ r greater than 1 ആകുമ്പോൾ ഇതെന്തായിരിക്കും? an പ്ലസ് 1 ബൈ an r ആയിരിക്കും. ദറ്റ് ഈസ് greater than 1 ആകുമ്പോൾ ഈ D'Alembert's റേഷ്യോ ടെസ്റ്റ് ആണ് ഇത്. അപ്പൊ an-ന്റെ പ്രോപ്പർട്ടി അറിയാൻ നമ്മൾ എന്ത് ചെയ്യും? an പ്ലസ് 1 ബൈ an വെച്ച് ചെയ്യും. അത് 0യിലേക്കാണ് പോകുന്നുണ്ടെങ്കിൽ ഇത് അത് ലെസ് ദാൻ 1 ആണെങ്കിൽ 0യിലേക്ക് പോകുന്നു. ഇത് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ an ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു. ഈക്വൽ ടു 1 ആണെങ്കിൽ ടെസ്റ്റ് ഫെയിൽസ് ആണ്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വാ. അതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ റീകോൾ ചെയ്തിട്ടേ ഉള്ളൂ. പിന്നെ നമുക്ക് എങ്ങനെ റീഅറേഞ്ച് ചെയ്യാം? സമ്മേഷൻ 3/4 ഹോൾ റേസ് ടു n n റണ്ണിങ് ഫ്രം 1 to infinity 1/4 സ്ക്വയറിന് എനിക്ക് പുറത്തെടുത്തൂടെ? 4 റേസ് ടു n ഇൻറ്റു 4 സ്ക്വയർ. 4 സ്ക്വയർ കോൺസ്റ്റന്റ് ഞാൻ പുറത്തെടുത്തു. ഇനി ഇതിന്റെ വാല്യൂ എന്തായിരുന്നു? n റണ്ണിങ് ഫ്രം 1 ആയതുകൊണ്ട് ഫസ്റ്റ് ടൈം 3/4 ആണ്. ദറ്റ് ഈസ് 1/4 സ്ക്വയർ ഇൻറ്റു 3/4 മൈനസ് 1 ബൈ 1 മൈനസ് a. this a by 1 minus a ആണ് വരുന്നത്. that is a 3/4 1 minus 3/4 എന്താണ്? 1/4 സ്ക്വയർ ഇൻറ്റു 3/4 ഇൻറ്റു ഇതെന്തായിരിക്കും? 4 മൈനസ് 3 ദറ്റ് ഈസ് 1/4 ഡിനോമിനേറ്റർ ഇങ്ങനെ വരും. ഇതെന്ന് പറയുന്നത് 1 മൈനസ് 4 ആണ്. 1 മൈനസ് 4 എന്താ നേരെ വരിക? a ബൈ ബി ബൈ സി ബൈ ഡി എന്തായിരുന്നു? a d ബൈ ബി സി ആണ്. c 1 ആണ്. അപ്പം 1 നേരെ ഇതിൻ്റെ കൂടെ പോയി. d 4 ആണ്, നേരെ മുകളിലേക്ക് പോയി. റെസിപ്രോക്കലിന്റെ ഡിനോമിനേറ്റർ നേരെ എന്ത് ചെയ്യും? നേരെ മുകളിലായിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതൊക്കെ നമ്മൾ പണ്ടേ പഠിച്ച സാധനമാണ്. പിന്നെ നമുക്ക് ഇൻറ്റു ഡി ബൈ സി ആക്കി എഴുതാം. അപ്പൊ ഇതെന്താണ്? ഈ 4ഉം പോയി. ദറ്റ് ഈസ് 3/16 ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ അല്ലേ? എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് നോക്കുക. n റണ്ണിങ് ഫ്രം 0 ആണെന്ന് ചെക്ക് ചെയ്യുക. 0 ആണെങ്കിൽ വേറെയാണ് ഓപ്ഷൻ. 1/4 ആണ് ആൻസർ വരിക. 0 അല്ലാത്തത് കൊണ്ടാണ് n 1 ആയതുകൊണ്ടാണ് നമ്മുടെ ആ ചെറിയൊരു ആ പോയിന്റ് ഒക്കെ ചിലപ്പോൾ എല്ലാവരും നോട്ട് ചെയ്യണമെന്നില്ല.
അപ്പോൾ ഈ രണ്ട് കേസ് നമ്മൾ ഓർത്ത് വെക്കുക. ഫസ്റ്റ് ടേം എന്താണെന്ന് നോക്കിയാണ് അത് മുകളിൽ കൊടുക്കേണ്ടത്, പിന്നെ റിപ്പീറ്റ് ചെയ്യുന്ന നമ്പറാണ് നമ്മൾ താഴെ കൊടുക്കേണ്ടത്. ക്ലിയർ അല്ല? ക്വസ്റ്റ്യൻ നോക്കിയേ, റേഡിയസ് ഓഫ് കൺവെർജൻസ് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. എക്സ് ഇവിടെയും തന്നിട്ടുണ്ട്, ഗ്രേറ്റർ ദാൻ 1 തന്നിട്ടുണ്ട്. അപ്പോൾ റേഡിയസ് ഓഫ് കൺവെർജൻസ് ആദ്യം കണ്ടെത്തുക. റേഡിയസ് ഓഫ് കൺവെർജൻസ് എന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് സമ്മേഷൻ an എക്സ് റേസ് ടു n തന്നിട്ടുണ്ടാകും, ചിലപ്പോൾ ഈ രീതി തന്നിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ അതിനങ്ങനെ മാറ്റണം. സമ്മേഷൻ n എന്ന് പറയുന്നത് n 1 കൊടുക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? 1 പിന്നെ 3, ദറ്റ് ഈസ് സമ്മേഷൻ n ഇൻറ്റു n പ്ലസ് 2 എക്സ് റേസ് ടു n. ഓക്കെ, n 2 കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? 2 ഇൻറ്റു 4, n 3 കൊടുക്കുമ്പോൾ 3 ഇൻറ്റു 5. അപ്പോൾ ഇത് രണ്ടും ഒരേപോലെ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ രീതിയിലേക്ക് എഴുതാൻ പഠിക്കുക. നമ്മൾ an എന്താണെന്ന് എഴുതാം, 1/n ഇൻറ്റു n പ്ലസ് 2. ഇനി നമ്മൾ എന്ത് ചെയ്യണം? റേഡിയസ് ഓഫ് കൺവെർജൻസ് എന്ന് പറയുന്നത് an/an പ്ലസ് 1 ആണ്. 1/n പ്ലസ് 2 ബൈ 1/n പ്ലസ് 1 ഇൻറ്റു n പ്ലസ് 3. വേറെ n പകരം n പ്ലസ് 1 കൊടുക്കുക. ഇതെന്താണ്? n പ്ലസ് 1 n പ്ലസ് 3 ബൈ n ഇൻറ്റു n പ്ലസ് 2. ഇവിടുന്ന് എന്നെ പുറത്തെടുക്കുക, ഇവിടുന്ന് എന്നെ പുറത്തെടുക്കുക, അല്ലെ ഇവിടുന്ന് എന്നെ പുറത്തെടുക്കുക, ഇവിടുന്ന് എന്നെ പുറത്തെടുക്കുക. അപ്പോൾ n സ്ക്വയറും ക്യാൻസൽ ആയി. പിന്നുള്ളത് 1 പ്ലസ് 1/n, 1 പ്ലസ് 3/n, 1 പ്ലസ് 2/n. വെൻ n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 1ലേക്ക് പോയി, 1ലേക്ക് പോയി, 1ലേക്ക് പോയി, ദിസ് വിൽ ഗോസ് ടു 1. ഈ ഒരു ടൈം എങ്ങോട്ടേക്കാണ് പോകുക? 1ലേക്ക് പോകും. കാരണം n പുറത്തെടുക്കുമ്പോൾ 1 പ്ലസ് 1/n, ഇവിടെ നിന്ന് പുറത്തെടുക്കുമ്പോൾ 1 പ്ലസ് 3/n, ഇവിടെ നിന്ന് പുറത്തെടുക്കുമ്പോൾ ഇവിടെ നിന്ന് പുറത്തെടുക്കുമ്പോൾ 1 പ്ലസ് 2/n. വെൻ n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ഇത് 0ലേക്കോ ഇത് 0ലേക്കോ ഇത് 0ലേക്കോ ഇറ്റ് വിൽ ഗോസ് ടു 1/1. സോ റേഡിയസ് ഓഫ് കൺവെർജൻസ് 1 ആണ്. ഇനി അറ്റ് 1ൽ എന്താ സംഭവിക്കുന്നത് നോക്കണം. അറ്റ് 1ൽ എന്താ സംഭവിക്കുക? ദിസ് സീരീസ് വിൽ ബിക്കം സമ്മേഷൻ 1/n പ്ലസ് 2 ആണ്. അപ്പൊ ഇതിന്റെ ഹയസ്റ്റ് ഡിഗ്രി എന്താണ്? n സ്ക്വയർ ആണ്. n ഇൻറ്റു n പ്ലസ് 2 എന്ന സമയം നമുക്ക് ശ്രദ്ധിക്കണം, ഇതിന്റെ ഹയസ്റ്റ് ഡിഗ്രി n സ്ക്വയർ പ്ലസ് 2n ആണ്. ഹയസ്റ്റ് ഡിഗ്രി എന്താണ്? n സ്ക്വയർ ആണ്. അപ്പൊ ഇത് നമുക്ക് എന്ത് വെച്ച് കമ്പയർ ചെയ്യാം? 1/n സ്ക്വയർ, ദറ്റ് ഈസ് കൺവെർജന്റ് ആണ്. സോ 1/n ഇൻറ്റു n പ്ലസ് 2, സോറി n പ്ലസ് 2 ബൈ 1/n സ്ക്വയർ എന്ന് പറയുന്നത് n സ്ക്വയർ ബൈ n സ്ക്വയർ പ്ലസ് 2n ആണ്. ദിസ് ഈസ് ഈക്വൽ ടു n സ്ക്വയറിനെ പുറത്തെടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നത്? n സ്ക്വയറിനെ പുറത്തെടുത്ത് 1 പ്ലസ് 2/n ആണ്. ഇവിടെ ഒരു n മൾട്ടിപ്ലൈ ചെയ്ത് n എടുത്തു. ദിസ് വിൽ ഗോസ് ടു 1 നോട്ട് ഈക്വൽ ടു 0. ബോത്ത് ബിഹേവ്സ് അലൈക്ക്. അപ്പം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ കുറച്ച് ഐഡിയ പറഞ്ഞായിരുന്നു. ഇതിന്റെ ഡിഗ്രി 2 ആണെങ്കിൽ നമ്മൾ 1/n സ്ക്വയർ വെച്ചിട്ടാണ് ചെയ്യുക. അപ്പൊ ഇത് ബൈ ഇത് an/bn എപ്പോഴും നോട്ട് ഈക്വൽ 0, കാരണം ഒരേ ഡിഗ്രി ആണെങ്കിൽ വരുന്നുണ്ടെങ്കിൽ അതിന്റെ an/bn എപ്പോഴും നോട്ട് ഈക്വൽ 0 ആയിരിക്കും. സോ ഇതിന്റെ ഡിഗ്രി എന്താ നോക്കുക, 1/n ആണ് ശ്രദ്ധിക്കണേ. മുകളിലാണെങ്കിൽ പറ്റൂല. ഇതിന്റെ ഡിഗ്രി 2 ആണെങ്കിൽ നമ്മൾ 1/n സ്ക്വയർ വെച്ച് ചെയ്യും. അപ്പൊ ഇത് ഡിഗ്രി 2 ആണെങ്കിൽ ഡയറക്റ്റ് എന്ത് ചെയ്യാം? പി സീരീസ് ആണ്. ഇത് പി സീരീസ് അല്ല, പക്ഷെ പി സീരീസ് വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. സോ കൺവെർജന്റ് ആണ്. അപ്പൊ 1ൽ കൺവെർജ് ചെയ്യുന്നതുകൊണ്ട് ഇതാണ് നമ്മുടെ ആൻസർ. ഇതെല്ലാം ബിക്കോസ് കൺവെർജൻസ് ഇൻ ദ ഇന്റർവെൽ ഇരിക്കുമ്പോൾ മോസ്റ്റ് ആക്യുറേറ്റ് ആൻസർ കൊടുക്കണം. ഇത് ക്ലോസ്ഡ് ആയതുകൊണ്ട് ഇതാണ് ശരി, ബിക്കോസ് ഇത് ഓപ്പൺ ആണുള്ള കാരണം എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്നവർ പറഞ്ഞിട്ടുണ്ട്. റേഡിയസ് ഓഫ് കൺവെർജൻസ് 1 ആണെങ്കിൽ അതിനേക്കാളും വലുതുള്ള സ്ഥലത്തൊക്കെ ഡൈവേർജന്റ് ആയിരിക്കും. ഇതാണ് നമ്മുടെ ആൻസർ. ക്ലിയർ അല്ല? പിന്നെ നമ്മൾ നേരത്തെ e⁻x എക്സ്പെൻഷൻ പറഞ്ഞിരുന്നു. അതേപോലെ പഠിക്കേണ്ട ഒരു എക്സ്പെൻഷൻ ആണ് sin x, cos x, log 1 plus x ഒക്കെ. sin x എന്തായിരുന്നു? x മൈനസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സ് റേസ് ടു 5/5 ഫാക്ടോറിയൽ പിന്നെ മൈനസ്. ഇതെന്തായിരുന്നു? 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സ് റേസ് ടു 4/4 ഫാക്ടോറിയൽ. ഇതെന്തായിരുന്നു? 1 പ്ലസ് അല്ല എക്സ് പ്ലസ് എക്സ് ബൈ 2 പ്ലസ് എക്സ് സ്ക്വയർ ബൈ ഇങ്ങനെ എന്തായിരുന്നല്ലേ? ലോഗ് 1 പ്ലസ് എക്സിന്റെ എക്സ്പെൻഷൻ എന്തായിരുന്നു? അതും കൂടി പഠിച്ചാൽ നല്ലതായിരിക്കും. ലോഗ് 1 പ്ലസ് എക്സിന് കൂടി ഒന്ന് എല്ലാവരും നോക്കണേ.
എനിക്കൊന്നു log 1 + x എന്ന് പറയുന്നത് മൈനസ് ഉണ്ട് കേട്ടോ, സോറി. ഇവിടെയും പ്ലസ് മൈനസും മാറി മാറി വരാണ്. log 1 + x എന്ന് പറയുന്നത് x മൈനസ് x² / 2 പ്ലസ് x³ ഇത്. സപ്പോസ് log 1 - x ആകുമ്പം എവിടെയൊക്കെ x ഉണ്ട് അവിടെയൊക്കെ -x കൊടുക്കുക. കാരണം x⁴ - x⁴ മൈനസ് തന്നെയാണ്. x³ സ്ഥലത്താണ് മൈനസ് വരിക. അപ്പൊ എല്ലായിടത്തും മൈനസ് വരും. ഇവിടെ ഓൾട്ടർനേറ്റിംഗ് ആയിട്ടാണ് വരുന്നത്. ഈ എക്സ്പാൻഷനിലേക്ക് ഒന്ന് നോക്കുക. എക്സ്പോണൻഷ്യൽ sin x cos x ഇതൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇത് നോക്കിയേ. ബേസിക് ആയിട്ടുള്ള എക്സ്പെൻഷൻസ് ഇത് 4 ഇത് എന്തായാലും പഠിക്കണം എല്ലാവരും. എക്സാമിന് ചോദിക്കലുണ്ട്, തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കും. അറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അപ്രോച്ച് ചെയ്യാൻ പറ്റും. എല്ലിൽ കുറച്ച് കറങ്ങി കളിക്കേണ്ടി വരും. അപ്പൊ ഇതൊക്കെ പഠിച്ചിട്ട് തന്നെ പോകാൻ നോക്കാം. ഇത് കൺവേർജൻസിന്റെ ബേസിക് ഡെഫിനേഷൻ ആണ്. എല്ലാ കൺവേർജൻസ് സീക്വൻസും എന്താണ്, എപ്പോഴും ബൗണ്ടഡ് ആണ്. നമുക്കത് ഓൾറെഡി അറിയുന്നതാണ്. കൺവേർജന്റ് ഇംപ്ലൈസ് ബൗണ്ടഡ് ആണ്. തിരിച്ചുണ്ടോ? ബൗണ്ടഡ് സീക്വൻസ് ഒക്കെ കൺവേർജന്റ് ആണ് നിർബന്ധമുണ്ടോ? ഇല്ല. എക്സാമ്പിൾ എന്താണ്? എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കുക ഇപ്പം തന്നെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. എപ്പോഴും ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യന് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് ആണോ നോട്ട് കറക്റ്റ് ആണോ ഇത് പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള കാരണം ഞാൻ പലപ്പോഴും എൻ്റെ മെയിൻ എക്സാമിന് തെറ്റിയൊരു കൺസെപ്റ്റാണ് ഇത്. ആൻസർക്ക് വരുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ വിഷമം ഉണ്ടാകും. അപ്പോൾ ക്വസ്റ്റ്യൻ ഫുള്ള് വായിക്കാം. കറക്റ്റ് ആണോ നോട്ട് കറക്റ്റ് ആണോ എന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ശ്രദ്ധിക്കണം. ഇത് ബൗണ്ടഡ്. അപ്പോൾ ഇത് ആക്ച്വലി ശരിയാണ്. നമുക്ക് വേണ്ടത് ഇൻകറക്റ്റ് ആണ്. എവരി ഇൻഫൈനൈറ്റ് ബൗണ്ടഡ് സീക്വൻസ് ആസ് എ ലിമിറ്റ് പോയിന്റ്. ശരിയാണ്. കാരണം എന്താണ്? ഇൻഫൈനൈറ്റ് സീക്വൻസ് പ്ലസ് ബൗണ്ടഡ് ബൈ ബോൾസാനോവിസ് തിയറം. ഏത് ഇൻഫൈനൈറ്റ് ബൗണ്ടഡ് സീക്വൻസിന് എന്തുണ്ടാകും? ലിമിറ്റ് പോയിന്റ് ഉണ്ടാകും. നമ്മൾ പഠിച്ചായിരുന്നു. അതെങ്ങനെ വന്നത്? ഒരു ഇൻഫൈനൈറ്റ് സീക്വൻസ് ആണെങ്കിൽ വി ക്യാൻ ഫൈൻഡ് എ മോണോട്ടോൺ സീക്വൻസ് ബൈ മോണോട്ടോൺ തിയറം. എവരി ഇൻഫൈനൈറ്റ് സീക്വൻസിന് ഒരു മോണോട്ടോൺ സബ് സീക്വൻസ് കണ്ടെത്താൻ പറ്റും. മോണോട്ടോൺ സീക്വൻസിന് പ്രത്യേകം എന്താണ്? ഒന്നില്ലെങ്കിൽ അത് കൺവേർജന്റ് ആയിരിക്കും, അല്ലെങ്കിൽ പ്രോപ്പർലി ഡൈവേർജന്റ് ആയിരിക്കും. മോണോട്ടോൺ പ്ലസ് ബൗണ്ടഡ് ബൈ മോണോട്ടോൺ കൺവേർജൻസ് തിയറം നമുക്ക് എന്താ പറയാം? ഇറ്റ് ഈസ് ഓൾവേസ് കൺവേർജന്റ് സബ് സീക്വൻസ്. എല്ലാം ഒരുമിച്ച് ചെയ്യുന്നുണ്ട്. മോണോട്ടോൺ കൺവേർജൻസ് തിയറം പറയുന്നത് ഒരു മോണോട്ടോൺ സീക്വൻസ് ബൗണ്ടഡ് ആണെങ്കിൽ അത് എപ്പോഴും കൺവേർജന്റ് ആയിരിക്കും. ഇനി ഏതൊരു സീക്വൻസ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് അവിടെ ഒരു മോണോട്ടോൺ സീക്വൻസ് കണ്ടെത്താൻ പറ്റും. അത് നമ്മൾ പഠിച്ചത്. ഫോർ എവരി സീക്വൻസ് വി ക്യാൻ ഫൈൻഡ് എ അറ്റ്ലീസ്റ്റ് വൺ മോണോട്ടോൺ സീക്വൻസ്. ആ മോണോട്ടോൺ സീക്വൻസ് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറ്റും? അതിന്റെ സബ് സീക്വൻസുകളൊക്കെ മോണോട്ടോൺ ആയിരിക്കും. കാരണം സബ് സീക്വൻസ് ഓഫ് എ മോണോട്ടോൺ ഒക്കെ മോണോട്ടോൺ ആയിരിക്കും. ഇനി ഇവിടെ നമുക്കൊരു കൺവേർജൻ സബ് സീക്വൻസ് കിട്ടി. അപ്പൊ നമുക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? ആ കൺവേർജൻ സബ് സീക്വൻസിന് ഇൻഫൈനൈറ്റ്ലി മെനി ടേംസ് ഉണ്ട്. അപ്പൊ അതൊരു സീക്വൻസിൽ എടുക്കുകയാണെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ഇൻഫൈനൈറ്റ്ലി മെനി കൺവേർജൻ സബ് സീക്വൻസ് ദെയർ. ബിക്കോസ് അവിടെ നിന്ന് ഒരു ടേമിന് ഒഴിവാക്കി കഴിഞ്ഞാൽ അഗെയിൻ അത് സബ് സീക്വൻസ് ആണ്, അത് കൺവേർജൻ ആയിരിക്കും. കാരണം ഒരു സീക്വൻസ് കൺവേർജൻ ആണെങ്കിൽ ആ സബ് സീക്വൻസ് കൺവേർജൻ ആണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് നോക്കാം. അപ്പോൾ എക്സാക്ട്ലി പറഞ്ഞല്ല, ഇൻഫൈനൈറ്റ്ലി മെനി നമുക്ക് അവിടെ നിന്ന് കണ്ടെത്താൻ പറ്റും. കാരണം ഇതൊരു കൺവേർജൻ സബ് സീക്വൻസ് കിട്ടി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇതിന്റെ എല്ലാ സബ് സീക്വൻസും കൺവേർജന്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ഇൻഫൈനൈറ്റ്ലി മെനി സബ് സീക്വൻസ് കണ്ടെത്താൻ പറ്റും. അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിക്കാം. ഒരു സീക്വൻസ് ഇൻഫൈനൈറ്റ് ആൾക്കാരുള്ളതാണ്. ആ ഇൻഫൈനൈറ്റിൽ നമുക്ക് പല രീതിയിൽ അത് എണ്ണാൻ പറ്റാത്തതാണ്. അപ്പൊ കുറെ ഇൻഫൈനൈറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇൻ എ ഫീൽഡ് ഓഫ് റിയൽ നമ്പർ, റിയൽ നമ്പർ ഞാൻ പറഞ്ഞത് ഒരു കംപ്ലീറ്റ് സ്പേസ് ആണ്. കംപ്ലീറ്റ് സ്പേസ് ആണെങ്കിൽ കോഷി ആണെങ്കിൽ എപ്പോഴും കൺവേർജന്റ് ആയിരിക്കും. ഇതെപ്പോഴും ഉള്ളതാണ്, ഓൾവേസ്. പക്ഷെ ഇതുണ്ടാവണമെങ്കിൽ എപ്പോഴും മാത്രമാണ് കംപ്ലീറ്റ് സ്പേസിൽ മാത്രമാണ് കോഷി കൺവേർജന്റ് ആവുക. കൺവേർജന്റ് ആണെങ്കിൽ എപ്പോഴും കോഷിയാണ്, അത് ഓൾവേസ് ആണ്. പക്ഷെ കോഷി എപ്പോഴാണ് കൺവേർജന്റ് ആവുക? കംപ്ലീറ്റ് സ്പേസിൽ. റിയൽ ലൈന്, കോംപ്ലക്സ് ലൈന്, അതൊക്കെ എന്താണ്? കംപ്ലീറ്റ് സ്പേസ് ആണ്.
അപ്പൊ കോശി ആയിക്കഴിഞ്ഞാൽ എപ്പോഴും കൺവെർജന്റ് ആണ് നിർബന്ധമില്ല. അത് എപ്പോഴാണാവുക? കംപ്ലീറ്റ് സ്പേസിൽ. അപ്പൊ ഇതും ശരിയാണ്. ബൗണ്ടഡ് സീക്വൻസ്. ബൗണ്ടഡ് സീക്വൻസിൽ നമുക്കറിയാം അതിന്റെ ലിമിറ്റ് പോയിന്റ് ഒക്കെ എന്തായിരിക്കും? ഒരു ഫൈനൈറ്റ് നമ്പർ ആയിരിക്കും. അപ്പൊ നമുക്ക് അവിടെ എന്ത് കണ്ടെത്താൻ പറ്റും? ലിമിറ്റ് സുപ്രീമും കണ്ടെത്താൻ പറ്റും, അതുപോലെ ലിമിറ്റ് ഇൻഫിമും കണ്ടെത്താൻ പറ്റും. ആൻഡ് വിച്ച് ഡസ് നോട്ട് കൺവേർജ് ഹാസ് എ യുണീക്ക് ലിമിറ്റ് പോയിന്റ്. യുണീക്ക് ലിമിറ്റ് പോയിന്റിന്റെ അർത്ഥം എന്താണ്? ഒരു ലിമിറ്റ് പോയിന്റ് അല്ലേ? ഒരു ലിമിറ്റ് പോയിന്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ലിമിറ്റ് സുപ്രീം എന്ത് തന്നെയായിരിക്കും? അത് തന്നെയായിരിക്കും. ലിമിറ്റ് ഇൻഫിമം എന്ത് തന്നെയായിരിക്കും? അപ്പം ഒറ്റ ലിമിറ്റ് പോയിന്റ് അല്ലേ ഉള്ളൂ. അപ്പം ആ ലിമിറ്റ് പോയിന്റ് ഏറ്റവും വലുതാണ് ലിമിറ്റ് സുപ്രീമം, അതിൽ ഏറ്റവും ചെറുതാണ് ലിമിറ്റ് ഇൻഫിമം. അപ്പൊ യുണീക്ക് ലിമിറ്റ് പോയിന്റ് ആണെങ്കിൽ അതിൽ ഏറ്റവും വലുത് സുപ്രീമം, ഏറ്റവും ചെറുത് ലിമിറ്റ് ഇൻഫിമം. അപ്പൊ രണ്ടും ഒന്നാണെങ്കിൽ എല്ലാണ്. സോ ബോത്ത് ആർ ഈക്വൽ. ലിമിറ്റ് സൂപ്പർ ലിമിറ്റ് ഇൻഫിമം ഈക്വൽ ആണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞിരുന്നു? ഇറ്റ് ഈസ് ഓൾവേസ് കൺവെർജന്റ്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ്. ഒരു സീക്വൻസ് കൺവെർജന്റ് ആണെങ്കിൽ ലിമിറ്റ് സുപ്രീമോ ലിമിറ്റ് ഇൻഫിമോ ഈക്വൽ ആയിരിക്കും. ലിമിറ്റ് സുപ്രീമോ ലിമിറ്റ് ഇൻഫിമോ ഈക്വൽ ആണെങ്കിൽ അത് കൺവെർജന്റ് ആയിരിക്കും. സപ്പോസ് അത് ഈക്വൽ അല്ലെങ്കിൽ അത് ഡൈവേർജന്റ് കൂടെ ആയിരിക്കും. ബിക്കോസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ്. ഇപ്പൊ യുണീക്ക് ലിമിറ്റ് പോയിന്റ് ആണെങ്കിൽ, പിന്നെ ബൗണ്ടഡ് സീക്വൻസ് ആണെങ്കിൽ ലിമിറ്റ് പോയിന്റുകളൊക്കെ എന്തായിരിക്കും? ബൗണ്ടഡ് ആയിരിക്കും. അപ്പൊ നമുക്ക് സുപ്രീം ഇൻഫിമോ ഒക്കെ അവിടെ പറയാൻ പറ്റും. ഒരു ബൗണ്ടഡ് സീക്വൻസ് ആണെങ്കിൽ ഓൾവേസ് ലിമിറ്റ് പോയിന്റുകളൊക്കെ എന്താണ്? ബൗണ്ടഡ് ആയിരിക്കും. അപ്പൊ യുണീക്ക് ലിമിറ്റ് പോയിന്റ് ആണെങ്കിൽ ഓൾവേസ് കൺവേർജന്റ് ആണ്. സോ ഇവർ പറഞ്ഞത് ഇറ്റ് ഡസ് നോട്ട് കൺവേർജ് ആണ്. ഇത് തെറ്റാണ്. നമുക്ക് വേണ്ടത് ഇത് തെറ്റായതുകൊണ്ട് ഇവിടുത്തെ ആൻസർ വിച്ച് ഈസ് നോട്ട് കറക്റ്റ് ആണ്. അപ്പൊ 4 ആണ് നമുക്ക് വേണ്ട ഇവിടുത്തെ ഓപ്ഷൻ. ക്ലിയർ? ആ തിയറൊക്കെ ഒന്ന് ഓർത്ത് നോക്കാം. റേഡിയസ് ഓഫ് കൺവെർജൻസിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെന്ന് പഠിക്കണം. പഠിച്ചിട്ട് മാത്രമേ പോകാൻ പാടുള്ളൂ. ഇതേ സാധനം നമുക്ക് എവിടെ ഉപയോഗിക്കാം? കോംപ്ലക്സിൽ ഉപയോഗിക്കാം. ഇസഡ് വന്നു കഴിഞ്ഞാൽ ഇതേ ഐഡിയ തന്നെ ഉപയോഗിക്കുന്നത്. ഒന്ന് കണ്ടെത്തിയ നമ്മൾ ഒരുപാട് എക്സാം ചെയ്തിട്ടുണ്ട്. ഹോൾ റേസ് ടു എൻ ആണെങ്കിൽ നമ്മൾ പറഞ്ഞത് എ എൻ റേസ് ടു 1/n ആണ് ബെറ്റർ ഓപ്ഷന്. അപ്പൊ ഇവിടെ ഒറ്റ എൻ ഓട് എൻ ഈവൻ ഇല്ലാത്തതുകൊണ്ട് ലിമിറ്റ് ടെൻഡൻസ് ടു ഇൻഫിനിറ്റി എ എൻ റേസ് ടു 1/n കണ്ടെത്താൽ മതി. അത് തന്നെയായിരിക്കും ലിമിറ്റ് സുപ്രീമം. എൻ ഓട് ഈവൻ ആകുമ്പോഴാണ് ലിമിറ്റ് സുപ്രീം പേര് ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ ലിമിറ്റ് ടെൻഡൻസ് ടു ഇൻഫിനിറ്റി എ എൻ റേസ് ടു 1/n ചിന്തിച്ചാൽ മതി. നമ്മുടെ എ എൻ എന്താണ് ഇവിടെ? 1/n റേസ് ടു n. അപ്പോൾ ഒറ്റ ടേമേ ഉള്ളൂ. ലിമിറ്റ് ടെൻഡൻസ് ടു ഇൻഫിനിറ്റി എ എൻ റേസ് ടു 1/n കണ്ടെത്തുക. ദാറ്റ് ഈസ് 1/n റേസ് ടു n ഹോൾ റേസ് ടു 1/n ആണ്. സോ ഇത് എപ്പോഴും 1 ആയിരിക്കും. 1 റേസ് 1/n 1 ആണ്. ഇത് എങ്ങോട്ടേക്കാ പോവാ? ഈ എന്നും ഈ എന്നും ക്യാൻസൽ ആയി 1/n വിൽ ഗോസ് ടു 0 അല്ലെ? 1/n എങ്ങോട്ടേക്ക് പോവാ? 0യിലേക്കോ. n റേസ് ടു n ഹോൾ റേസ് ടു 1/n എന്ന് പറയുന്നത് എന്നും എന്നും ക്യാൻസൽ ആയി. ശ്രദ്ധിക്കണം, n റേസ് ടു 1/n പോകുന്നത് എങ്ങോട്ടേക്കായിരുന്നു? 1ലേക്കാണ് പോകുന്നത്. ഇവിടെ n റേസ് ടു n ഹോൾ റേസ് ടു 1/n ആണ്. അപ്പൊ ഈ എന്നും ഈ എന്നും പോയി. സോ ഇറ്റ് വിൽ ഗോസ് ടു ഇൻഫിനിറ്റി ആണ്. മാറിപ്പോരുത്. n റേസ് ടു 1/n വിൽ ഗോസ് ടു 1. n റേസ് ടു n ഹോൾ റേസ് ടു 1/n ആകുമ്പോൾ ഈ എന്നും എന്നും പോയി. ഇത് നമുക്ക് പല രീതിയിൽ പറയാം. an റേസ് ടു 1/n ഉം an പ്ലസ് 1/n ഒരേ ലിമിറ്റിലേക്കാണ് പോവുക. അപ്പൊ n പ്ലസ് 1/n 1ലേക്ക് ആയതുകൊണ്ട് an റേസ് ടു 1/n 1ലേക്കാണ് പോവുക. ഇവിടെ എന്നും എന്നും ക്യാൻസൽ ഇൻഫിനിറ്റിലേക്ക് പോകും. 1/∞ ആണ് ഇത്. ദാറ്റ് വിൽ ഗോസ് ടു 0. നമ്മുടെ റേഡിയസ് ഓഫ് കൺവെർജൻസിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? 1 ലിമിറ്റ്. ഇവിടെ ഒറ്റ ഇതായതുകൊണ്ട് ലിമിറ്റ് സുപ്രീമോ ലിമിറ്റ് ഇത് ഒന്ന് തന്നെയാണ്. സോ ദാറ്റ് ഈസ് 1/0. 1/0 എങ്ങോട്ടേക്കാ പോവാ? നോട്ട് ഡിഫൈൻഡ് എന്ന് പറയുന്നത് ഇത് 0യിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ 1/0 എങ്ങോട്ടേക്കാ പോവാ? ഇൻഫിനിറ്റി. ഇൻഫിനിറ്റിയിലേക്കാണ് പോവാ. അപ്പം r ഇൻഫിനിറ്റി ആണെങ്കിൽ റേഡിയസ് ഓഫ് കൺവെർജൻസ് എന്തായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. ദാറ്റ് ഈസ്
ഒരു റേഡിയസ് ഓഫ് കൺവേർജൻസ് ഇൻഫിനിറ്റി ആണെങ്കിൽ എക്സ് ഹോൾ ബിലോങ്സ് ടു ആറിൽ അത് കൺവേർജൻ്റ് ആയിരിക്കും. നമ്മളത് റിസൾട്ട് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോഡ് എക്സ് റേഡിയസ് ഓഫ് കൺവേർജൻസ് ഇൻഫിനിറ്റി ആണെങ്കിൽ എക്സ് ബിലോങ്സ് ടു ആറിൽ കൺവേർജൻ്റ് ആയിരിക്കും. ആൻഡ് റേഡിയസ് ഓഫ് കൺവേർജൻസ് 0 ആണെങ്കിൽ എക്സ് ബിലോങ്സ് ടു സീരീസ് ഡൈവേർജസ് ഫോർ ഓൾ എക്സ്. ചില റേഡിയസ് ഓഫ് കൺവേർജൻസ് 0 ആണെങ്കിൽ അത് എവിടെയും കൺവേർട്ട് ചെയ്യുന്നില്ല, ദാറ്റ് ഈസ് എല്ലായിടത്തും ഡൈവേർട്ട് ചെയ്യുന്നുണ്ട്. റേഡിയസ് ഓഫ് കൺവേർജൻസ് ഇൻഫിനിറ്റി ആണെങ്കിൽ ത്രൂ ഔട്ട് ആണുള്ളത് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അതും കൂടി ഒന്ന് നോട്ട് ചെയ്യാം. അപ്പൊ ഇൻഫിനിറ്റി ചിലപ്പം കിട്ടാറുണ്ട്, ചിലപ്പോൾ 0 കിട്ടാറുണ്ട്. 0 കിട്ടിക്കഴിഞ്ഞാൽ അത് എവിടെയും കൺവേർട്ട് ചെയ്യുന്നില്ല, ഡൈവേർജസ് എവരിവെയർ. ആൻഡ് ഇൻഫിനിറ്റി ആണെങ്കിൽ കൺവേർജൻസ് എവരിവെയർ. സോ ആൻസർ ഈസ് ആർ. എൻ്റെ റിയൽ റെയിലിൽ അതെന്താണ്, കൺവേർജന്റ് ആണ്. ഒന്ന് ചെയ്ത് നോക്കിയത്. മൾട്ടിപ്പിൾ സെലക്റ്റീവ് ആണ്, ഒരൊറ്റ ആൻസർ മാത്രമേ ശരിയുള്ളൂ. ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒറ്റയടിക്ക് ചെയ്യാം, എല്ലാവരും ബാക്കിയെല്ലാം ക്യാൻസൽ ചെയ്ത് ചെയ്യാം. ഇറ്റ്സ് അപ് ടു യു. ആൻസർ പറഞ്ഞ ഇത് നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞു, നമ്മൾ ഓൾറെഡി ചെയ്ത ക്വസ്റ്റ്യൻ ആണിത്. ആൻസർ എന്താ? ആരെങ്കിലും ഒരാൾ എന്തായാലും പറഞ്ഞിരിക്കണം ഇതിന്റെ ആൻസർ. ഇതിൽ ആരാണ് കൺവേർജന്റ്? പി സീരീസ് ആകുമ്പോൾ 1/n⁻p ആയിരിക്കണം. ചിലപ്പോൾ ഡിഗ്രി ആയിരിക്കും, പക്ഷെ പി സീരീസ് അല്ലെങ്കിൽ നമ്മൾ പറയുന്നു അതേ ഡിഗ്രി വെച്ചിട്ട് നമുക്ക് അതിന്റെ ലിമിറ്റ് ഫോം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എപ്പോഴും നോൺ സീറോ കിട്ടും. ഹയസ്റ്റ് ഡിഗ്രി എടുക്കുക, അതിന്റെ അതേ ഫോം എടുക്കുക, അപ്പോൾ നമുക്ക് അത് കൺവേർജന്റ് ആണെങ്കിൽ ഇതും കൺവേർജന്റ് എന്ന് പറയാം. സമ്മേഷൻ a⁻n എപ്പോഴും കൺവേർജ് ചെയ്യുക? മോഡ് a <1 ആകുമ്പോൾ മാത്രമാണ് അത് കൺവേർജ് ചെയ്യുക. മോഡ് a = 1 ആയാലും >= 1 ആയാലും അത് ഡൈവേർജന്റ് ആണ്. =1 ആകുമ്പോൾ 1 + 1 + 1 + 1 അത് ഇൻഫിനിറ്റിയിലേക്കാണ് പോവുക. >1 ആകുമ്പോൾ നമ്മുടെ ഇക്വേഷന് <1 ആകുമ്പോൾ എപ്പോഴും കൺവേർജന്റ് ആയിരിക്കും 1/1 - a. ഫസ്റ്റ് ടൈം എൻ്റർ ഫ്രം 1 ആയതുകൊണ്ട് a/1 - a കൺവേർജ് ചെയ്യാം. പി സീരീസ് 1/n⁻p ആണ്, അല്ലാതെ n⁻p അല്ല. n⁻p ആണെങ്കിൽ എപ്പോഴും എന്തായിരിക്കും? വേർ p > 1 ആണെങ്കിൽ ഓൾവേസ് ഡൈവേർജന്റ് ആയിരിക്കും, കാരണം an will goes to ഇൻഫിനിറ്റി ആയിരിക്കും. ഇത്രയും ഞാൻ പറഞ്ഞു. ഇനി ആൻസർ പറഞ്ഞു. നിർമ്മല ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാ, കിട്ടിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഏതാ ആൻസർ ആയിട്ട് തോന്നുന്നത്? ഏതാ? സാർ 2 ആണോ സാർ? അതെ, 2 ആണ്. അത് കോൺഫിഡന്റ് ആയിട്ട് പറ, അത് അപ്പോഴാണ് എനിക്ക് ആ ധൈര്യം കിട്ടുക. നമ്മളിപ്പം ഇത്തരത്തിൽ കോൺഫിഡൻസ് പോയി കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റില്ല. 2 ആണ്, നമ്മളിപ്പം പറഞ്ഞിട്ടേ ഉള്ളൂ. അതെന്താണ്? 1/n² + n ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതാണ് നമ്മുടെ an. bn എന്ത് ചെയ്യാം? ഇതിന്റെ ഹയസ്റ്റ് ഡിഗ്രി എന്താണ്? n² ആണ്. bn എന്ത് ചെയ്താൽ മതി? 1/n² എടുത്താൽ മതി. ഇതെന്തായിരുന്നു? കൺവേർജന്റ് ആണ്. ഈ സീരീസ് കൺവേർജന്റ് ആണ്. അപ്പൊ an/bn ഞാൻ പറഞ്ഞായിരുന്നു, ഒരേ ഡിഗ്രി ആണെങ്കിൽ എന്ത് സംഭവിക്കും? n² പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇത് എപ്പോഴും 1ലേക്കാണ് പോവാം. n² പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ n²/1 + 1/n ആകും. ദിസ് വിൽ ഗോസ് ടു 1, ≠ 0, ബോത്ത് ബിഹേവ്സിലേക്ക്. അപ്പൊ ഇതിന്റെ ഡിഗ്രി, ഹയസ്റ്റ് ഡിഗ്രി എന്താണെന്ന് നോക്കുക, അത് വെച്ചിട്ട് 1 ആയിരിക്കണേ. അപ്പൊ അതേ ഡിഗ്രിയുള്ള പി സീരീസ് എടുക്കുക. ആ പി സീരീസ് കൺവേർജന്റ് ആണ് ഡൈവേർജന്റ് നോക്കുക. ഇത് കൺവേർജന്റ് ആണെങ്കിൽ ഇതും എപ്പോഴും കൺവേർജ്, ബിക്കോസ് അതിന്റെ ലിമിറ്റ് എപ്പോഴും ≠ 1 ആയിരിക്കും. ഇതെന്താണ്? ദാറ്റ് ഇംപ്ലൈസ് ഡൈവേർജന്റ് ആണ്. കാരണം എപ്പോഴാണ് കൺവേർജ് ചെയ്യുക? =, ആണെങ്കിൽ എപ്പോഴും ഡൈവേർജന്റ് ആയിരിക്കും. ഇതെന്താണ്? n² → ഇൻഫിനിറ്റി, ≠ 0. n³ also → ഇൻഫിനിറ്റി, ≠ 0. an is not goes to 0 implies summation an is divergent. കാരണം ചെറിയ റിസൾട്ട് ഉള്ളത്, പെട്ടെന്ന് ബ്രെയിൻ അങ്ങോട്ടേക്ക് എത്താൻ നോക്കും എല്ലാവരും.
ഇതൊക്കെ എക്സാമിന് ചോദിക്കുന്നതാണ്. 2024-ലും 2023-ലൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ പഠിച്ച അതേ കൺസെപ്റ്റ് പല രീതിയിൽ ഉപയോഗിക്കുന്നേ ഉള്ളൂ. ഒന്ന് ഇരുന്ന് പഠിച്ചാൽ തന്നെ ഇതൊന്നും ഞാൻ നിങ്ങളന്ന് പഠിപ്പിച്ച് നോക്കിയ കൺസെപ്റ്റാണ് ഇതൊക്കെ. അപ്പോൾ നമ്മളത് പഠിച്ചു കഴിഞ്ഞ് നമുക്കിങ്ങനെ ഓർമ്മ വരും. അത് പ്രാക്ടീസാണ് നമുക്ക് വേണ്ടത് അതിനായിട്ട്. വൺസ് ഇത് നമ്മളൊന്ന് ഇരുന്ന് പഠിച്ച് 2-3 പ്രോബ്ലം ചെയ്ത് ആ കൺസെപ്റ്റ് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ ഒരിക്കലും മറക്കില്ല. ബ്രെയിൻ ഓട്ടോമാറ്റിക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ അങ്ങോട്ടേക്ക് എത്തും. ആ ഒരു പ്രാക്ടീസ് നിങ്ങൾ നല്ല രീതിയിൽ ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ, ഇരുന്ന് പഠിക്കുക. വേറെ ഒന്നും എല്ലാ ബിസിനസ്സൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ തന്നെ ഫോക്കസ് ചെയ്യാം. കാരണം സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന സ്വപ്നം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഡിഫറൻസ് മനസ്സിലാവും. ഞാൻ ഇപ്പം പറയുന്ന പോലെ ആയിരിക്കില്ല, നിങ്ങൾ തന്നെ അത് റിയലൈസ് ചെയ്യും. നിങ്ങൾ പറയും അത് നല്ല ഡിസിഷൻ ആയി നിങ്ങൾക്ക് തോന്നും. എൻ്റെ ലൈഫിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് അതായിരുന്നു. അതിനുശേഷമാണ് ഞാനിപ്പോൾ PhDക്കും അതുപോലെ വർക്ക് ചെയ്യാനും എല്ലായിടത്തും എത്തിയത്. ഇത് നോക്കിയാ ഇവിടെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ് ആണ്. എപ്പോഴും മിക്ക സമയത്ത് ഇൻകറക്റ്റ് ആണ് ചോദിക്കാറ്. അത് നിങ്ങൾ ട്വിസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലയോ, വളരെ കോൺസെൻട്രേഷൻ വേണം എക്സാം എഴുതുമ്പോൾ. ഇൻകറക്റ്റ് ആണ് ചോദിച്ചുള്ളത്. ശരിയാണ്. എന്താ, ഒരു സീക്വൻസ് കൺവെർജന്റ് ആണെങ്കിൽ എല്ലാ സബ് സീക്വൻസും എന്തായിരിക്കും, കൺവെർജന്റ് ആയിരിക്കും. എവരി കൺവെർജന്റ് സീക്വൻസ് ഓഫ് എ റിയൽ നമ്പർ ഈസ് ബൗണ്ടഡ്. അതും ശരിയാണ്. എവരി ബൗണ്ടഡ് ഇൻഫൈനൈറ്റ് സെറ്റ് ഓഫ് റിയൽ നമ്പർ ഹാസ് അറ്റ് ലീസ്റ്റ് വൺ ലിമിറ്റ് പോയിന്റ്. ബൗണ്ടഡ് ആണ്, ഇൻഫൈനൈറ്റ് ആണ്. ബൈ ബോൾസൺ ഈസ് സീറോ. ശരിയാണ്. എവരി ബൗണ്ടഡ് സീക്വൻസ് ഓഫ് റിയൽ നമ്പർ ഈസ് കൺവെർജന്റ്. ഇത് ശരിയാണോ? അല്ല. അല്ല. നമുക്ക് വേണ്ടത് ഇതാണ്. എക്സാമ്പിൾ എന്തായിരുന്നു, -1/n. ഇത് ബൗണ്ടഡ് ആണ്, പക്ഷെ നോട്ട് കൺവെർജന്റ്. ക്ലിയർ അല്ലേ? നോക്കിയേ, സീക്വൻസ് ബൗണ്ടഡ് സീക്വൻസ് നിങ്ങൾക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. അത് വെച്ചാണ് നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത്. ജനറൽ സീക്വൻസ് അല്ല, ബൗണ്ടഡ് സീക്വൻസ് ആണ്. ബൗണ്ടഡ് സീക്വൻസ് ആണെങ്കിൽ നമുക്ക് ഒരു സീക്വൻസ് കണ്ടെത്താൻ പറ്റും സച്ച് ദാറ്റ് വിച്ച് ഈസ് കൺവെർജന്റ്. ഞാൻ പറഞ്ഞായിരുന്നു ഈ ഒരു സാധനം. സാർ എല്ലാ 3 ആണോ സാർ? ശ്രദ്ധിക്ക്, എക്സാക്ട്ലി വൺ സബ് സീക്വൻസ് ആയിരുന്നോ? കൺവെർജന്റ് സബ് സീക്വൻസ് അല്ലേ ഉള്ളു? കൺവെർജന്റ് സബ് സീക്വൻസ് ഉണ്ടാകും എന്നുവെച്ചാൽ എക്സാക്ട്ലി വൺ സബ് സീക്വൻസ് ആയിരിക്കും. ഈ എക്സാക്ട്ലി എന്ന് പറഞ്ഞാല് ശ്രദ്ധിക്കണം, ഈ എക്സാക്ട്ലി എന്ന് പറയുന്നത് ഒരൊറ്റ സബ് സീക്വൻസ് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത്. എ സബ് സീക്വൻസ് പറഞ്ഞാൽ സബ് സീക്വൻസ് ഉണ്ട്, അതൊന്നാവാം ഒന്നിൽ കൂടുതലാവാം, അറ്റ്ലീസ്റ്റ് ഒന്നുണ്ടെന്ന് അർത്ഥം. ഇവിടെ നിന്ന് എല്ലാ സബ് സീക്വൻസ് ശ്രദ്ധിക്കേണ്ട, ആ ടെർമിനോളജി ഞാൻ പറഞ്ഞത്. എ സബ് സീക്വൻസ് ആണ്, അതിൽ ഒന്നാവാം ഒന്നിൽ കൂടുതലൊക്കെ ആവാം. ഓക്കെ, എക്സാക്ട്ലി വൺ അല്ല. കാരണം നമ്മളിപ്പം 1 2 3 1 2 3 1 2 3 ഇതൊരു ബൗണ്ടഡ് സീക്വൻസ് ആണ്. 1 1 1 1 ഒരു സബ് സീക്വൻസ് കൺവെർജന്റ് ആണ്. 2 2 2 2 സബ് സീക്വൻസ് കൺവെർജന്റ് ആണ്. 3 3 3 3 സബ് സീക്വൻസ് കൺവെർജന്റ് ആണ്. ഇനി ഈ 1 1 തന്നെ എനിക്ക് എന്ത് ചെയ്യാം, ഈ ഫസ്റ്റത്തെ ടേം ഒഴിവാക്കിയിട്ട് പിന്നീട് 1 1 എടുക്കാം, അതും കൺവെർജന്റ് ആണ്. കാരണം ഈ രണ്ട് ടേം ഒഴിവാക്കി കഴിഞ്ഞാൽ ഇതിന്റെ സബ് സീക്വൻസ് ആണ് ആര്, ഞാൻ A2 A3 A4 അല്ലെങ്കിൽ A5 പിന്നെ A7 A9 എടുക്കുകയാണെങ്കിൽ എല്ലാം 1 1 തന്നെയാണ്. അപ്പൊ അതും കൺവെർജന്റ് തന്നെയാണ്. ഈ സീക്വൻസ് തന്നെ നമുക്ക് ഒരുപാട് സബ് സീക്വൻസ് നടത്താൻ പറ്റും, അതൊക്കെ കൺവെർജന്റ് ആണ്. ബൈ എലിമിനേറ്റിംഗ് വൺ ടേം A2 A5 എടുക്കാം, അല്ലെങ്കിൽ A3 A6 A7 എടുക്കാം, അല്ലെങ്കിൽ A10 A5 അല്ല A5 എടുക്കാൻ പറ്റും, A10 A11 അങ്ങനെ ഇംഗ്ലീഷും കൂടെ പോകാൻ പറ്റുള്ളൂ. ഇനി ഒരു സബ് സീക്വൻസ് എങ്ങനെ ഇങ്ങനെ കൺസിഡർ ചെയ്തൂടെ? ഇത് പക്ഷെ എന്തല്ല, നോട്ട് കൺവെർജന്റ് ആണ്. എല്ലാ സബ് സീക്വൻസും കൺവെർജന്റ് അല്ല. എ സബ് സീക്വൻസ് അത് 1 ആവാം 1-ൽ കൂടുതലാവാം, എപ്പോഴും 1-ൽ കൂടുതൽ ഉണ്ടാകും. കാരണം ഒരു സബ് സീക്വൻസ് കിട്ടി തന്നെ അതിൽ ഇൻഫൈനൈറ്റ്ലി മെനി ഉണ്ടാവാം. എക്സാക്ട്ലി 1 തെറ്റാണ്, എവരി സബ് സീക്വൻസ് തെറ്റാണ്, നൺ ഓഫ് ദീസ് അല്ല, ഇത് ആരും ശരിയല്ലെങ്കിൽ നൺ ഓഫ് ദീസ് എന്ന് പറയാം. ഇതാരും ശരിയല്ല, പക്ഷെ ഇവിടെ സബ് സീക്വൻസ് ശരിയാണ്, അപ്പൊ ഇത് തെറ്റും. ആ കൺസെപ്റ്റ് എപ്പോഴും ശ്രദ്ധിക്കുക. കാരണം ഒറ്റയടിക്ക് നമ്മൾ ചെറിയൊരു മിസ്റ്റേക്ക് മതി. എക്സാക്ട്ലി 1 എന്ന് പറഞ്ഞാൽ 1 മാത്രമേ ഉള്ളൂ എന്നാണ് അർത്ഥം. ഇനി
ബി ഒള്ളി എന്ന് പറഞ്ഞാൽ അത് മാത്രം ശരി, അതല്ലാത്തവരൊന്നും ശരിയല്ല. അപ്പൊ വേറെ എന്തെങ്കിലും ശരി കിട്ടിക്കഴിഞ്ഞാൽ ആ ഓപ്ഷൻ തെറ്റാണ്. ആ ഒരു ഐഡിയ മനസ്സിൽ വരണം. നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ്. എന്താ ആൻസർ? -1 ഒന്നെങ്കിൽ എന്നെ ഓടും, എന്നെ ഈവൻ എടുക്കുക. എന്നെ ഓടി വരുന്ന സമയത്ത് എങ്ങോട്ടാ പോകാൻ നോക്കുക, എന്നെ ഈവൻ വരുന്ന സമയത്ത് എങ്ങോട്ടാ പോകാൻ നോക്കുക. ബോത്ത് ഒരേ ലിമിറ്റിലേക്കാണെങ്കിൽ കൺവെർജന്റ്, രണ്ട് ഡിഫറെന്റ് പോയിന്റിലേക്കാണെങ്കിൽ എപ്പോഴും ഡൈവേർജന്റ്. ഇങ്ങനെ പറയുന്ന സീക്വൻസ് നമ്മൾ കോംപ്ലിമെന്ററി സബ് സീക്വൻസ് പറയും. കോംപ്ലിമെന്ററി സബ് സീക്വൻസ് ഒരേ പോയിന്റിലേക്കാണ് പോകുന്നുണ്ടെങ്കിൽ കൺവെർജന്റ്. അല്ലാതെ ഏതെങ്കിലും രണ്ട് സീക്വൻസ് സബ് സീക്വൻസ് ഒരേ പോയിന്റിലേക്കാണെങ്കിൽ കൺവെർജന്റ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ കോംപ്ലിമെന്ററി ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. എന്നെ ഓടും, എന്നെ ഈവൻ ആകുമ്പോൾ എങ്ങോട്ടാ പോകുന്ന നോക്കാം. എങ്ങോട്ടേക്കാ പോകുന്നത്? 0 അല്ലേ സാർ വീണ്ടും? രണ്ടും പോകുന്നത് 0യിലേക്കാണ്. -1/n പറഞ്ഞോളൂ. 1/n. ബോത്ത് വിൽ ഗോസ് ടു 0. n ഈവൻ ആകുമ്പോൾ 0യിലേക്ക്, n ഓഡ് ആകുമ്പോൾ 0യിലേക്ക്. സോ വി ക്യാൻ സേ ദിസ് ഈസ് രണ്ടും ഒരേ ആളിലേക്ക് തന്നെ ആയതുകൊണ്ട് കൺവെർജന്റ് ആണ്. കൺവെർജന്റ് ആണെങ്കിൽ എപ്പോഴും എന്തായിരിക്കും? കോഷി ആയിരിക്കും. ഒരാൾ കൺവെർജന്റ് ആണെങ്കിൽ എപ്പോഴും കോഷി ആയിരിക്കും. കോഷി ആണെങ്കിൽ കൺവെർജന്റ് ആണെങ്കിൽ അത് റിയൽ സീക്വൻസ് ആയിരിക്കണം. ഇവിടെ എന്താണ്? റിയൽ സീക്വൻസ് ആണ്. സോ അങ്ങോട്ടും ഇങ്ങോട്ടും ആണ് ഇവിടുത്തെ കേസിൽ. ഓപ്ഷൻ ഏതാ? ഓസിലേറ്ററി അല്ല, ഡൈവേർജന്റ് അല്ല, ഐദർ കോഷി. ഐദർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ ആകും. തെറ്റ്. ബോത്ത് കോഷി ആൻഡ് കൺവെർജന്റ്. ഐദർ എന്ന് പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ കോഷി അല്ലെങ്കിൽ കൺവെർജന്റ്, രണ്ടും ആവുന്നില്ല എന്നാണ് അർത്ഥം. ഐദർ കോഷി ഓർ കൺവെർജന്റ്. കോഷി ആവാം അല്ലെങ്കിൽ കൺവെർജന്റ് ആവാം. അതല്ല, ബോത്ത് കോഷി ആൻഡ് കൺവെർജന്റ് ആണ് മോസ്റ്റ് ആക്യുറേറ്റ്. ഓക്കെ അല്ലേ? ഓക്കെയാണ് സാർ. ഓക്കെ, നോക്കിയേ. ഇതിനെ പഠിച്ച തിയറം എന്തായിരുന്നു? നമ്മുടെ ഒരു കൊറോളറി ആയിരുന്നു നമ്മൾ പഠിച്ചത്. A1 + A2 + A3 + എക്സെട്ര AN/n. അതേപോലെ AN ടെൻസ് ടു L ആണെങ്കിൽ, ഇഫ് AN ടെൻസ് ടു L ആണെങ്കിൽ then A1 + A2 + A3 + AN/n എങ്ങോട്ടേക്കാ പോവാ? Lലേക്ക് പോവാ. അതേപോലെ ഇതിന്റെ മറ്റൊരു കൊറോളറി ആയിരുന്നു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മീൻസ് AN ടെൻസ് ടു L എന്നാണ്. അത് Lലേക്കാണെങ്കിൽ ഇതിന്റെ അരിത്തമെറ്റിക് മീനും ജിയോമെട്രിക് മീൻ നമ്മൾ പറഞ്ഞിരുന്നു. അരിത്തമെറ്റിക് മീൻ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ജിയോമെട്രിക് മീൻ. എന്താണ് അരിത്തമെറ്റിക് മീൻ? രണ്ട് നമ്പറിന്റെ a+b/2 ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ √ab. അപ്പൊ അതിന്റെ റൂട്ടിലേക്ക് നമുക്ക് എങ്ങനെ എഴുതാം? A1 × A2 × A3 × എക്സെട്ര AN ഹോൾ റേസ് ടു 1/n. nth റൂട്ടിനെ നമ്മൾ എങ്ങനെ എഴുതാം? ഹോൾ റേസ് 1. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? AB/1/2 സ്ക്വയർ റൂട്ട് ആണെങ്കിൽ, ക്യൂബ് റൂട്ട് ആണെങ്കിൽ 1/3, ഫോർത്ത് റൂട്ട് ആണെങ്കിൽ 1/4, nth റൂട്ട് ആണെങ്കിൽ 1/n. അപ്പൊ നോക്കിയേ, A1 × A2 × A3 × AN ഹോൾ റേസ് ടു 1/n ആണ്. അപ്പം ഇതിന്റെ ലിമിറ്റ് AN Lലേക്കാണ് പോകുന്നുണ്ടെങ്കിൽ ഇതും എങ്ങോട്ടേക്ക് തന്നെയാണ് പോവുക? Lലേക്കാണ് പോവുക. സോ എന്ത് കണ്ടെത്തുക? AN ആരാണ് കണ്ടെത്തുക. അപ്പൊ ഇവിടുത്തെ AN ആരാണ്? ഇതാണ് AN. AN റേസ് ടു 1/n ഉണ്ടാകുമ്പോൾ ഇൻറ്റു വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? AN ആരാന്ന് നോക്കുക. ANന്റെ സ്ഥലത്തുള്ള ആള് ഇതാണ്. ഇത് എങ്ങോട്ടാ കൺവേർജ് ചെയ്ത് നോക്കുക. എങ്ങോട്ടാ കൺവേർജ് ചെയ്യുന്നത്? n+1/n ഹോൾ റേസ് ടു n ആണ്. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ഈ n നമുക്ക് വെച്ചിട്ട് 1+1/n ഹോൾ റേസ് ടു n ആക്കി എഴുതാം അല്ലേ? ഇത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാം. a+b/c ആണെങ്കിൽ a/c + b/c ആക്കി എഴുതാം. അപ്പം n/n + 1/n ആക്കി എഴുതാം. ദാറ്റ് ഈസ് 1+1/n ആക്കി എഴുതാം. ഇത് എങ്ങോട്ടേക്കാ പോവാ? നമ്മൾ ഇന്ന് രാവിലെ മുതലേ ചെയ്യുന്നതാണ്. 1+1/n ഹോൾ റേസ് ടു n എങ്ങോട്ടേക്കാ കൺവേർജ് ചെയ്യുന്നത്? e⁻β 1+1/n - 1 × n that is equal to 1 പോയി n പോയി യിലേക്കാണ് അത് കൺവേർജ് ചെയ്യുക. സോ ആൻസർ ഈസ് ഇ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതിന് പറയുന്നതാണ് കോഷി തിയറം.
കോഷി തിയറം നമ്മൾ ഗ്രൂപ്പ് തിയറി പഠിച്ചിട്ടുണ്ട്. ഇഫ് പി ഈസ് എ പ്രൈം നമ്പർ, പി ഡിവൈഡ്സ് ഓർഡർ ഓഫ് എ ഗ്രൂപ്പ്, ദെൻ ദർ എക്സിസ്റ്റ് എ പി ഓർഡർ എലമെന്റ്. പി ഓർഡറുള്ള എലമെന്റ് ഉണ്ടെങ്കിൽ പി ഓർഡറുള്ള സബ് ഗ്രൂപ്പും നിർബന്ധമായിട്ടുണ്ടാകും. ആ എലമെന്റ് ജനറേറ്റ് ചെയ്യുന്ന സബ് ഗ്രൂപ്പാണ് പി ഓർഡറുള്ള സബ് ഗ്രൂപ്പ്. കോഷി തിയറം ഇൻ കോംപ്ലക്സിൽ എന്തായിരുന്നു? നമ്മൾ എന്താ പഠിച്ചത്? ഒരു ക്ലോസ്ഡ് കോണ്ടർ ഇന്റഗ്രൽ എടുക്കുന്നു, ഒരു ഡൊമൈൻ ഉണ്ട് ഡി, അതിന്റെ ബൗണ്ടറിയിലും ഈ ഫംഗ്ഷൻ അനലിറ്റിക് ആണെങ്കിൽ ഇന്റഗ്രൽ ഓവർ ദാറ്റ് സി എഫ് ഓഫ് ദ ഡി സെഡ് എപ്പോഴും 0 ആയിരിക്കും ബൈ കോഷി തിയറം. ആ അനലിറ്റിക് ഡൊമൈനിലും അതേപോലെ അതിന്റെ ബൗണ്ടറിയിലും ഫംഗ്ഷൻ അനലിറ്റിക് ആണ്, അതിന് സിംഗുലർ പോയിന്റ് ഒന്നും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ ഓവർ എഫ് ഓഫ് ദ ഡി സെഡ് 0 ആയിരുന്നു. അതാണ് കോഷി തിയറം ഇൻ കോംപ്ലക്സ്. കോഷി തിയറം ഇൻ സീക്വൻസ് ആൻഡ് സീരീസ് എന്തായിരുന്നു? ലിമിറ്റ് എ എൻ ടെൻഡ്സ് ടു എൽ ആണ്. a1 പ്ലസ് a2 പ്ലസ് an ബൈ എന്നും എല്ലിലേക്ക് തന്നെയാണ് പോവുക. അതേപോലെ എ എൻ എല്ലിലേക്കാണ് പോകുന്നുണ്ടെങ്കിൽ a1 ഇൻറ്റു a2 ഇൻറ്റു a3 ഇൻറ്റു എക്സെട്ര an റൈസ് ടു 1/n എങ്ങോട്ടേക്കാണ് പോവുക? എല്ലിലേക്കാണ് പോവുക. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇത് പറഞ്ഞാൽ ഞാൻ രാവിലെ മുതലേ പറയുന്നതാണ് പി സീരീസ് എപ്പോഴാണ് കൺവേർജ് ആവുക, എപ്പോഴാണ് ഡൈവേർജ് ആവുക. ഓപ്ഷൻ ഏതാ? ഇതൊക്കെ 4 മാർക്ക് വെറുതെ തരുന്ന പോലെയാണ്. പെട്ടെന്ന് പറഞ്ഞ ഫർഹാന പറഞ്ഞത്. ആരും ലെഫ്റ്റ് നിന്ന് അടിച്ചു പോവല്ലേ. ചോദ്യം കിട്ടിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ മതി. ഫർഹാന, ഇതിന്റെ ആൻസർ എന്താ? ഓപ്ഷൻ 2 ഇസ് ആൻസർ. വെരി ഗുഡ്. അപ്പൊ എന്താ ഉള്ളൂ? പി സീരീസ് ആണെങ്കിൽ 1/n റൈസ് ടു പി ഇഫ് പി ഈസ് ഗ്രേറ്റർ ദാൻ 1 കൺവേർട്ട്. നമ്മുടെ റിസൾട്ട് പി സീരീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പല സ്ഥലത്ത് ഉപയോഗിക്കുന്നതാണ്. വെറുതെ 4 മാർക്ക് കിട്ടുന്നവരാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് ആണ്, നോട്ട് കറക്റ്റ് ആണെന്ന് നോക്കുക. നെഹല പറയണേ, ഫസ്റ്റ് ഓപ്ഷൻ ശരിയാണോ തെറ്റാണോ? സെറ്റ് ഓഫ് ലിമിറ്റ് പോയിന്റ്സ് ഓഫ് എ ബൗണ്ടഡ് സീക്വൻസ് ഈസ് ബൗണ്ടഡ്. ഞാൻ പറഞ്ഞായിരുന്നു ഒരു ബൗണ്ടഡ് സീക്വൻസ് കറക്റ്റ് ആണ്. അതിന്റെ ലിമിറ്റ് പോയിന്റ് എപ്പോഴും ബൗണ്ടഡ് ആയിരിക്കും. ഇനി ദേവിക പറയണേ, ബൗണ്ടഡ് സീക്വൻസ് വിത്ത് യുണീക് ലിമിറ്റ് പോയിന്റ് ഈസ് കൺവേർജന്റ്. ബൗണ്ടഡ് സീക്വൻസ് ആണ്, ആണെങ്കിൽ യുണീക് ലിമിറ്റ് പോയിന്റ് മാത്രമേ ഉള്ളൂ, ആണെങ്കിൽ അത് കൺവേർജന്റ് ആയിരിക്കും. ബൗണ്ടഡ് ആണെങ്കിൽ ലിമിറ്റ് സുപ്രീമും ലിമിറ്റ് ഇൻഫിമും എന്തായിരിക്കും അവിടെ? യുണീക് ലിമിറ്റ് പോയിന്റ് ആയതുകൊണ്ട് സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ സീക്വൻസ് എപ്പോഴും. ദേവിക, ഇതിന്റെ ആൻസർ എന്താ? ശരിയാണോ തെറ്റാണോ? ശരിയാണ്. ഇതും ശരിയാണ്. കാരണം യുണീക് ലിമിറ്റ് പോയിന്റ് ആണ്. ബൗണ്ടഡ് സീക്വൻസ് ആണെങ്കിൽ നമുക്ക് എന്താ പറയാം? കൺവേർജൻ ആണ്. സപ്പോസ് ഇത് ബൗണ്ടഡ് ഇല്ല, സീക്വൻസ് വിത്ത് യുണീക് ലിമിറ്റ് പോയിന്റ് ആണെങ്കിലോ? ലിമിറ്റ് അല്ല, യുണീക് ലിമിറ്റ് പോയിന്റ്. ലിമിറ്റും ലിമിറ്റ് പോയിന്റും ഡിഫറെന്റ് ആണ്. ലിമിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് എന്താ പറയാം? ആ സീക്വൻസ് കൺവേർജൻ ആണ്. ലിമിറ്റ് എപ്പോഴും യുണീക്ക് ആയിരിക്കും, പക്ഷെ ലിമിറ്റ് പോയിന്റ് യുണീക്ക് ആണെന്ന് നിർബന്ധമില്ല. സീക്വൻസ് വിത്ത് യുണീക് ലിമിറ്റ് പോയിന്റ് ആണെങ്കിൽ നിർമ്മൽ രാജ, ഇത് കൺവേർജന്റ് ആയിരിക്കോ? യുണീക്ക് ലിമിറ്റ് പോയിന്റ് ആകുമ്പോൾ കൺവേർജൻ. വെറും സീക്വൻസ് ആണെങ്കിൽ ഇതിൽ ലിമിറ്റ് പോയിന്റ് ആര് മാത്രമേ ഉള്ളൂ? 0. 0 മാത്രമേ ഉള്ളൂ. വേറെ ലിമിറ്റ് പോയിന്റ് ഇതിനില്ലല്ലോ. ഇല്ല. ഇല്ല, യുണീക് ലിമിറ്റ് പോയിന്റ് ആണല്ലോ. കൺവേർജൻ. അപ്പൊ ശ്രദ്ധിക്കുക, ബൗണ്ടഡ് ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ എന്താ പറയുന്നത്? ഇൻഫിനിറ്റ് ലിമിറ്റ് പോയിന്റ്. പക്ഷെ നമ്മൾ ഇൻഫിനിറ്റ് ഇവിടെ പറയില്ല, ലിമിറ്റ് പോയിന്റ് പറയാറില്ല. അപ്പൊ ശ്രദ്ധിക്കണം, സീക്വൻസ് ആണെങ്കിൽ നീഡ് നോട്ട് ബി കൺവേർജന്റ്. അല്ലാന്ന് പറയാൻ പറ്റില്ല, കാരണം സീക്വൻസ് എടുക്കുമ്പോൾ അത് ബൗണ്ടഡ് സീക്വൻസ് എടുക്കാം, അൺബൗണ്ടഡ് സീക്വൻസ് നമുക്ക് എടുക്കാം. ബൗണ്ടഡ് സീക്വൻസ് ആണെങ്കിൽ എപ്പോഴും കൺവേർജന്റ് ആണ്. ബൗണ്ടഡ് സീക്വൻസ് ഈസ് കൺവേർജന്റ്. ബൗണ്ടഡ് സീക്വൻസ് ലിമിറ്റ് പോയിന്റ് വിത്ത് ബൗണ്ടഡ് സീക്വൻസ് വിത്ത് യൂണിക് ബൗണ്ടഡ് ആകുമ്പോഴത്തേക്ക് ബൗണ്ടഡ് ആകുമ്പോൾ നമ്മൾ എന്താകും? യുണീക് ലിമിറ്റ് പോയിന്റ് നമുക്ക് എന്ത് പറയാം? ലിമിറ്റ് സുപ്രീം ലിമിറ്റ് ഇൻഫിമോട് സെയിം പറയാം. പക്ഷെ വെറും സീക്വൻസ് ആണെങ്കിൽ ഒരു അൺബൗണ്ടഡ് സീക്വൻസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ചിലപ്പോൾ യുണീക് ലിമിറ്റ് പോയിന്റ് കിട്ടാറുണ്ട്, പക്ഷെ ഈ 1 2 3 4 അത് പോകുന്നത് ഇൻഫിനിറ്റിലേക്കാണ്. അപ്പൊ ഇൻഫിനിറ്റി നമ്മൾ ലിമിറ്റ് പോയിന്റ് പറയാറില്ല. അപ്പൊ നീഡ് നോട്ട് ബി കൺവേർജന്റ്. അതൊന്ന് നോട്ട് ചെയ്യാം. ഇപ്പൊ ഞാൻ പറഞ്ഞോളൂ, നിങ്ങൾ സീക്വൻസ് വിചാരിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ശരിയാന്ന് വിചാരിക്കും. ശ്രദ്ധിക്കുക, സീക്വൻസ് ആണെങ്കിൽ ഈ ഒരു എക്സാമ്പിൾ വരും, ബൗണ്ടറിൽ ഈ ഒരു എക്സാമ്പിൾ വരില്ല. കാരണം ഇൻഫിനിറ്റി ലിമിറ്റ് പോയിന്റ് ആയിട്ട് വരുന്ന രീതിയിൽ ബൗണ്ടഡ് സീക്വൻസ് എടുക്കാൻ പറ്റില്ല. കാരണം ഒരു ബൗണ്ടഡ് സീക്വൻസ് ആണെങ്കിൽ അതിന്റെ എല്ലാ സബ് സീക്വൻസും ബൗണ്ടഡ് ആയിരിക്കും, സോ ലിമിറ്റ് പോയിന്റും ബൗണ്ടഡ് ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ എക്സാമ്പിൾ അവിടെ ആപ്ലിക്കബിൾ അല്ല ബൗണ്ടഡിന്റെ കേസിൽ. ഓക്കെ, ഇത് നോക്കിയേ. ലിമിറ്റ് പോയിന്റ് ഓഫ് സീക്വൻസ് -1 റൈസ് ടു n ആർ
-1 and 1. ഫർഹാന ഇത് പറഞ്ഞ -1/n ലിമിറ്റ് പോയിന്റ് ആരൊക്കെയാണ്? n ഓഡ് ആകുമ്പോഴും n ഈവൻ ആകുമ്പോൾ ശ്രദ്ധിക്കുക. n ഓഡ് ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫർഹാന ഇത് ഒന്ന് പറഞ്ഞു നോക്കിയേ. ലിമിറ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റീവ് സീക്വൻസ് ആണെങ്കിൽ n ഓഡ് ആകുമ്പോൾ എന്ത് വരും നോക്കുക. n ഓഡ് ആകുമ്പോൾ -1/n എപ്പോഴും -1 ആയിരിക്കും. n ഈവൻ ആകുമ്പോൾ എന്ത് വരും നോക്കുക. അപ്പൊ ആ കേസിൽ രണ്ടാൾ മാത്രമേ ഉള്ളൂ. ആരാണ്? ഇത് ശരിയാണോ തെറ്റാണോ? ശരിയാണ്. ശരിയാണ്. വാട്ട് അബൌട്ട് ദിസ്? ഇതെന്തായിരിക്കും? 2 -1 ഉണ്ടാകും, 2 +1 ഉണ്ടാകും. 2 -1 1 ആണ്, 2 +1 3 ആണ്. ഇവിടെ 2 ആണുള്ളത്. സോ ദിസ് ഈസ് ദ റോങ് ആൻസർ. ഇതാണ് നമുക്ക് ഇവിടെ തെറ്റിയ ആൻസർ. കാരണം ഈ 2 അല്ല വേണ്ടത്. എന്താ വേണ്ടത് നമുക്ക്? 3 ആ വേണ്ടത്. n ഓഡ് ആകുമ്പോൾ ഇതെന്താ സംഭവിക്കുക? -1 ആകും. n ഈവൻ ആകുമ്പോൾ അത് 1 ആകും. 2 + 1 എന്താണ്? 3 ആണ്. ഇവിടെ 2 ആണുള്ളത്. ശ്രദ്ധിക്കുക, ചെറിയൊരു മിസ്റ്റേക്ക് നമുക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ കത്തണമെന്നില്ല. ഓക്കെ, ഇത് നമ്മൾ ക്ലാസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. പെട്ടെന്ന് പറഞ്ഞ -1/n വരുന്ന സമയത്ത് ഞാൻ പറയുന്നത് n ഓടും n ഈവനും. n+1/n എങ്ങോട്ടേക്കാ പോവാ? n+1/n എങ്ങോട്ടാ കൺവേർട്ട് ചെയ്യാ? 1 കൺവേർട്ട് ചെയ്യാം. -1/n n+1/n എത്ര കേസ് ഉണ്ട്? n ഓഡ് ആകുമ്പോൾ -1 പോകും, n ഈവൻ ആകുമ്പോൾ 1 പോകും. സോ വിച്ച് ഈസ് നോട്ട് കൺവേർജൻ. ശരിയാണ്, അസർഷൻ എ ശരിയാണ്. കാരണം ഈ സീക്വൻസ് ഒരിക്കലും കൺവേർജ് ആവില്ല. -1/n ആണെങ്കിൽ 2 0 പോവാം. പക്ഷെ ഇവിടെ എന്താണ്? n+1/n ആണ്. സോ ഒന്ന് 1 പോകും, ഒന്ന് -1 പോകും. സോ കോംപ്ലിമെന്ററി സബ്സീക്വൻസ് ഗോസ് ടു 2 ലിമിറ്റ് പോയിന്റ്. സോ ഇറ്റ് ഈസ് നോട്ട് കൺവേർജന്റ്. കൺവേർജന്റ് അല്ല എന്ന് തന്നെ അവരും പറഞ്ഞത്. അപ്പൊ എക്സ്പ്രഷനും ശരിയാണ്. എവറി മോണോട്ടോൺ സീക്വൻസ് ഈസ് കൺവേർജന്റ്. എല്ലാ മോണോട്ടോൺ സീക്വൻസും കൺവേർജന്റ് ആണോ? അല്ല. അല്ല. എന്ത് വേണം? ബൗണ്ടഡ് വന്നു കഴിഞ്ഞാൽ ശരിയാണ്. എവരി ബൗണ്ടഡ് മോണോട്ടോണിക് സീക്വൻസ് കൺവേർജന്റ് ആണ്. ബൗണ്ടഡ് മോണോട്ടോൺ കൺവേർജൻസ്. കൺവേർജന്റ് മോണോട്ടോണിക് ആണെങ്കിൽ ഇത് ബൗണ്ടഡ് ആണ്. Okay അല്ലേ? അപ്പോഴത്തേക്ക് ഇത് രണ്ട് ഫാൾസ്. കഴിഞ്ഞോടാ നീ? ഏതാ ആൻസർ? ഏതാ? എന്തേലും ചേരാൻ കണ്ടുപെടത് ഇന്നലെ ചേരാനുള്ള സാധനമാണ്. ഇതിപ്പോ എന്റെ ക്ലാസ് കഴിയപ്പോഴത്തേക്ക് എന്റെ മുമ്പിൽ ഇല്ല ആൻസർ ഇല്ലെങ്കിലും ആൻസർ എന്താ? എന്റെ പൊന്നു ചേച്ചി എന്തിനാണ് കിടന്ന് ഇങ്ങനെ വിളിക്കുന്നത്? A is true, B is false. വെരി ഗുഡ്. എ ഈസ് കറക്റ്റ് ബട്ട് ആർ ഈസ് നോട്ട് കറക്റ്റ്. ബൗണ്ടഡ് മോണോട്ടോണിക് സീക്വൻസ് ആണെങ്കിൽ എപ്പോഴും കൺവേർജന്റ് ആയിരിക്കും. ബട്ട് തിരിച്ചില്ല. എന്ത്? മോണോട്ടോണിക് സീക്വൻസ് കൺവേർജന്റ് തെറ്റാണ്. കാരണം നമുക്ക് 1 2 3 4 ഈ ഒരു സീക്വൻസ് എടുക്കാം. ഈ സീക്വൻസ് എന്താണ്? ഇൻഫിനിറ്റിയിലേക്ക് പോവാ. ദിസ് ഈസ് നോട്ട് കൺവേർജന്റ്. പക്ഷെ ഇതെന്താണ്? മോണോട്ടോണിക് ആണ്. പക്ഷെ ബൗണ്ടഡ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ബൗണ്ടഡ് പ്ലസ് മോണോട്ടോണിക് ആണെങ്കിൽ ഇറ്റ് ഈസ് ഓൾവേസ് കൺവേർജന്റ്. ബൗണ്ടഡ് ഇല്ലെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ടത്. ആ ഡിഫറൻസ് എപ്പോഴും ശ്രദ്ധിക്കുക. ഓക്കെ, ഇത് അഗെയിൻ പി സീരീസ്. ഇതിന്റെ ആൻസർ എന്താ? നെഹല പറഞ്ഞ. ഫസ്റ്റ് വൺ ആണ് ആൻസർ. ഫസ്റ്റ് വൺ ആണ് ആൻസർ. കാരണം n2 ആകുമ്പോഴാണ്, അല്ല p2 ആകുമ്പോഴാണ് കൺവേർട്ട് ചെയ്യുക. ഇതിന് ആൻസർ എന്താ? nth√n നമുക്ക് n⁻1/n ആക്കി എഴുതാം. ഇത് എങ്ങോട്ടേക്കാ പോവാ? ഇത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. എങ്ങോട്ടേക്കാ കൺവേർട്ട് ചെയ്ത്? an⁻1/n ലിമിറ്റും an+1/a ലിമിറ്റ് രണ്ട് സെയിം ആണ്. ഇവിടെ an എന്ന് പറയുന്നത് n ആണ്. ദാറ്റ് ഈസ് n+1/n എന്ന് പറയുന്നത് 1 പോകുന്നത്. സോ ദിസ് വിൽ ഓൾസോ ഗോസ് ടു 1. n⁻1/n എന്ന് പറയുന്നത് an⁻1/n ആണ്. ദാറ്റ് ഈസ് an+1/an ലിമിറ്റിനോട് തുല്യമായിരിക്കും. അപ്പൊ an n ആയതുകൊണ്ട് n+1/n 1 പോകുന്നുണ്ട്. an⁻1/n എങ്ങോട്ടാ പോവാ? 1 പോവാം. ഇത് എപ്പോഴും ശ്രദ്ധിക്കുക.
സം 3/1/n ആണെങ്കിൽ ഡയറക്റ്റ് എന്താ ചെയ്യാം? വെൻ n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 3/0 ആകും. 3/0 എന്താണ്? 1 ആണ്. സം a/1/n a ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ദിസ് വിൽ ഓൾവേസ് ഗോസ് ടു 1 ആയിരിക്കും. കാരണം n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ദിസ് വിൽ ഗോസ് ടു 1. ഓക്കെ അല്ലേ? ഇതെന്താ? ഇത് പെട്ടെന്ന് പറയാന്നുള്ളൂ. ഇതിന്റെ ലിമിറ്റ് ഓൾറെഡി നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഒരു സാധനത്തിന്റെ ലിമിറ്റും വേറൊരാളുടെ ലിമിറ്റും സെയിം ആയിരിക്കും. ഇതിന് ആൻസർ എന്താ? നിർമ്മല തന്നെ പറ. നിർമ്മല ഒരുപാട് പറഞ്ഞതല്ലേ. ദേവിക പറ. ദേവിക ഒന്ന് ട്രൈ ചെയ്തേ. കോഷി തിയറം ഓർത്താൽ മതി. എന്താ കോഷി തിയറം പറഞ്ഞത്? a1 + a2 + എക്സെട്ര an/n an ലിമിറ്റും സെയിം ആണ്. an എന്താണ് ഇവിടെ? an ലിമിറ്റ് എങ്ങോട്ടാ പോകുന്നത് നമ്മൾ മുന്നേ പ്രൂവ് ചെയ്തിട്ടുണ്ട്. എന്താ ആൻസർ? എന്താ ദേവിക? 0 ആണോ? ശ്രദ്ധിക്കൂ. a1 + നിർമ്മല ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. ഇതിന്റെ ലിമിറ്റും വേറെ ഏതിന്റെ ലിമിറ്റാണ് സെയിം? കോഷി തിയറം നമ്മൾ ഇപ്പൊ മുന്നേ പറഞ്ഞിട്ടേ ഉള്ളൂ. ഇത് എല്ലിലേക്കാ പോകുന്നുണ്ടെങ്കിൽ ഇതിന്റെ ലിമിറ്റ് എങ്ങോട്ടേക്കാ പോവാ? എല്ലിലേക്കാ പോവാ. അപ്പൊ an എന്താണ് ഇവിടെ? ഈ ഒരു കേസിൽ an ആരാ? 1/n. 1/n ആണ് an. n/1/n. an എന്തായിരുന്നു ഇവിടെ? n/1/n. an എന്ന് പറയുന്നത് ഇതാണ് a1 ഫസ്റ്റ് ടേം, ഇതാണ് a2 സെക്കൻഡ് ടേം, ഇതാണ് a3, ഇതാണ് an. ദാറ്റ് ഈസ് n/1/n ആണ് an. ബൈ 1/n കൂടെ ഉണ്ട്. ഇത് പുറത്ത് നിന്നുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ബൈ n പകരം ഇവര് ഇൻറ്റു 1/n കൊടുത്തിട്ടേ ഉള്ളൂ. ഇത് എങ്ങോട്ടേക്കാ പോവാ? ഈ ലിമിറ്റ് എങ്ങോട്ടേക്കാ പോവാ? 1. 1ലേക്ക്. സോ ആൻസർ എന്തായിരിക്കും? 1 ആയിരിക്കും ആൻസർ. 0 അല്ല. ശ്രദ്ധിക്കുക, ചെറിയൊരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ആൻസർ മാറിപ്പോ. ഇതിന്റെ ആൻസർ എന്താ? ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ ഇവിടെ n² + k ആണെങ്കിൽ ഫൈൻ. അപ്പൊ എന്തായിരിക്കും? ഇത് 0ലേക്ക് പോകുന്നു, ഇത് 0ലേക്ക് പോകുന്നു. സോ ഇത് 0ലേക്ക് വന്നു. ഫൈനൈറ്റ് സം ഓഫ് l + l + l + l കൊടുക്കാം. പക്ഷെ ഇവിടെയും n വന്ന സ്ഥിതിക്ക് നമുക്ക് ചെറിയ പ്രശ്നമുണ്ട്. അപ്പൊ എന്താണ്? നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അതിനെ 0 എന്ന് വിളിക്കാൻ പറ്റില്ല. കാരണം ഇവിടെ ആഫ്റ്റർ സം kക്ക് ശേഷം ഇത് മൂവ് ചെയ്യുന്നുണ്ട്. ഫൈനൈറ്റ് ആണെങ്കിൽ സമ്മേഷൻ ലിമിറ്റ് an + bn + cn ആണെങ്കിൽ ലിമിറ്റ് an + ലിമിറ്റ് bn + ലിമിറ്റ് cn കൊടുക്കാം. എപ്പോൾ? അത് ഫൈനൈറ്റ് ആണെങ്കിൽ. അപ്പം ഇത് 0ലേക്ക് പോയി 0ലേക്ക് വന്നു. പക്ഷെ ഇത് 0ലേക്ക് പ്രശ്നമുണ്ട്. ഇത് ഇൻഫിനിറ്റിലേക്ക് പോകുമ്പോൾ ചെറിയ പ്രശ്നമുണ്ട്. അപ്പൊ നമുക്കത് പറ്റില്ല. പിന്നെ നമ്മൾ പഠിച്ച തിയറം എന്തായിരുന്നു? ഇതിനെ ഇന്റഗ്രൽ ഫോമിലേക്ക് മാറ്റുന്നത്. ഇന്റഗ്രൽ ഫോമിലേക്ക് മാറ്റുന്നതിന് മുന്നേ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു സാൻഡ്വിച്ച് തിയറം ഉപയോഗിക്കാൻ പറ്റുന്നതോ ഇല്ലയോ എന്ന് ആദ്യം ചെക്ക് ചെയ്യണം. ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ചില ക്വസ്റ്റ്യനിൽ സാൻഡ്വിച്ച് തിയറത്തിന് നമുക്ക് ഉത്തരം കിട്ടും. സാൻഡ്വിച്ച് തിയറം എന്താ പറഞ്ഞത്? cn ആണെങ്കിൽ ഇതും എല്ലിലേക്ക് പോകുന്നു, ഇതും എല്ലിലേക്ക് പോകുന്നു. അങ്ങനെയാണെങ്കിൽ ഇതും എല്ലിലേക്ക് പോകും. ഈ എല്ല് ഇൻഫിനിറ്റി അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഇത് ഇൻഫിനിറ്റിലേക്ക് പോയി, ഇത് ഇൻഫിനിറ്റിലേക്ക് പോയി. സോ ഇതും ഇൻഫിനിറ്റിലേക്ക് തന്നെയാണ് പോവുക. അതും അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടാവും? നമുക്ക് an bn കൊടുക്കുമ്പോൾ ഇത് സം 2ലേക്ക് പോയി, ഇത് 1ലേക്ക് പോയി. സോ വി കെ നോട്ട് യൂസ്. ഇങ്ങനത്തെ കേസിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റില്ല? വി കെ നോട്ട് യൂസ് സാൻഡ്വിച്ച് തിയറം. ഇത് രണ്ട് ലിമിറ്റിലേക്കാണ് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് സാൻഡ്വിച്ച് തിയറം ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ മറ്റേ പഠിച്ച ഇന്റഗ്രൽ a to b f of സാധനമില്ലേ, f(x) dx ഒക്കെ ഇല്ലേ, നമ്മളൊരു ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് 1/n പുറത്തെടുക്കും. എന്നിട്ട് f(1/n 2/n 3/n ഒക്കെ പോലെ നമ്മൾ എന്ത് ചെയ്തു? അതിനെ ഡിഫൈൻ ചെയ്യുന്ന സാധനമൊക്കെ ആ ഇന്റഗ്രൽ ഫോർമാറ്റ് നമ്മൾ ഫസ്റ്റ് ക്ലാസ് പഠിച്ചിരുന്നു. സീക്വൻസ് ഓഫ് പാർഷ്യൽ സം ഒക്കെ വെച്ചിട്ട്. അപ്പൊ രണ്ട് ഐഡിയ ഉള്ളത്. ഇത് നമ്മൾ ഒരുപാട് എക്സാമ്പിൾ ചെയ്തിട്ടുണ്ട്. അത് എന്തായാലും പഠിക്കണം. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് സാൻഡ്വിച്ച് തിയറി ഉപയോഗിക്കാൻ പറ്റുന്നില്ല. എന്താണ് സാൻഡ്വിച്ച് തിയറി ഉപയോഗിക്കുക? an ഞാൻ എന്ത് ചെയ്യുന്നു? എല്ലാത്തിനും പകരം n² + n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കാരണം ഡിനോമിനേറ്റർ വലുതാകുമ്പോൾ ടേം ചെറുതാകും. ലെസ് ദാൻ ഈ ടേം, ഇതിന് ഞാൻ സം bn കൊടുത്തു. ലെസ് ദാൻ എല്ലാത്തിനും പകരം ഞാൻ 1 കൊടുക്കുന്നു. സോറി,
1 എന്ന് പറയുമ്പോൾ ചെറിയ നമ്പറാണ്. ഏത് എന്നിന് പകരം ഞാൻ 1 കൊടുക്കുമ്പോൾ ഡിനോമിനേറ്റർ എന്തായി? ചെറുതായി. ഇവിടെ n വരുമ്പോൾ ഡിനോമിനേറ്റർ വലുതാകും, ഡിനോമിനേറ്റർ ചെറുതാകുമ്പോൾ ടേം വലുതാകും, എക്സെട്ര. ഇതെന്ത്ര പ്രാവശ്യം ആഡ് ചെയ്യുന്നുണ്ട് നമ്മള്? n ടൈംസ്. അപ്പൊ ഇതെന്താണ്? n ബൈ റൂട്ട് ഓഫ് n സ്ക്വയർ പ്ലസ് n ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു bn, ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ബൈ റൂട്ട് ഓഫ് n സ്ക്വയർ പ്ലസ് 1 ആണ്. ഇത് എങ്ങോട്ടാ കൺവേർട്ട് ചെയ്യാം? ഇവിടെ ഞാൻ എന്ത് ചെയ്തു? n സ്ക്വയറിനെ റൂട്ട് ഓഫ് n സ്ക്വയറിനെ പുറത്തെടുത്തു. അപ്പൊ എന്താകും? n ബൈ n റൂട്ട് ഓഫ് 1 പ്ലസ് 1 ബൈ n ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു bn. ഇവിടെ അതേപോലെ റൂട്ട് ഓഫിന്റെ ഉള്ളിലാണ് n സ്ക്വയർ ഉള്ളത്. അപ്പൊ n സ്ക്വയറിനെ പുറത്തെടുക്കുമ്പോൾ റൂട്ട് n സ്ക്വയർ എന്താകും? n ആകും. 1 പ്ലസ് 1 ബൈ n സ്ക്വയർ. ഈ എന്നും എന്നും പോയി, ഈ എന്നും എന്നും പോയി. 1 ബൈ 1 പ്ലസ് 1 ബൈ n വിൽ ഗോസ് ടു 1. ലെസ് ദാൻ ഓർ ഈക്വൽ ടു bn, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ബൈ 1 പ്ലസ് 1 ബൈ n സ്ക്വയർ റൂട്ടും 1ലേക്ക് പോവാം. സോ ഇത് 1ലേക്ക് പോകുന്നു, ഇത് 1ലേക്ക് പോകുന്നു. സോ ദിസ് വിൽ സിസ് ഗോസ് ടു 1, സിസ് ഗോസ് ടു 1. സോ ലെസ് ദാൻ കൊടുക്കണ്ട. So this will also goes to 1. The answer is 1. അപ്പൊ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയൊക്കെ ഒരു ക്വസ്റ്റൻ വന്നു കഴിഞ്ഞാല് സാൻഡ്വിച്ച് തിയറം എന്ത് ചെയ്യാം? ഇതിന്റെ ഈ ലാസ്റ്റ് ടേം വെച്ചിട്ട് എല്ലാത്തിനും കൊടുക്കുക. അപ്പൊ എന്താ? ടേം ചെറുതാക്കും. ഫസ്റ്റ് ടേം വെച്ചിട്ട് എല്ലാത്തിനും പോയി സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പൊ നമുക്ക് കിട്ടുന്ന രണ്ട് ലിമിറ്റും സെയിം ആണോ അല്ലയോ നോക്കാം. രണ്ട് ലിമിറ്റ് സെയിം ആണെങ്കിൽ നമുക്ക് സാൻഡ്വിച്ച് തിയറം ഉപയോഗിക്കാം. അല്ലാത്ത കേസിൽ നമ്മൾ പറഞ്ഞ എന്താണ്? ആ ഇന്റഗ്രൽ ഫോർമാറ്റിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇങ്ങനെ വരുന്ന സമയത്ത് ഇത് കെ ആണെങ്കിൽ ഫൈൻ, ഡയറക്റ്റ് സീറോ കൊടുക്കാം. കെ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ആ ഇന്റഗ്രൽ ഐഡിയ, ഇന്റഗ്രൽ എ ടു ബി, എയും ബി എന്താ നോക്കുക. ഓക്കെ, എയും ബി എന്താ നോക്കുക. ഇന്റഗ്രൽ എ ടു ബി. എഫ് ഓഫ് എക്സ് എങ്ങനെ ഡിഫൈൻ ചെയ്തത്? നമ്മൾ അതിനെ 1 പ്ലസ് 1 ബൈ എൻ, 1 പ്ലസ് 2 ബൈ എൻ, 1 പ്ലസ് 3 ബൈ എൻ, ആ രീതിയിലേക്കാണെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ ഈച്ച് ടേം എന്ന് പറയുന്നത് ഇപ്പൊ സപ്പോസ് 1 ബൈ എൻ പ്ലസ് 1 ബൈ 1 പ്ലസ് 2 ബൈ എൻ പ്ലസ് എക്സെട്ര. ഈ ഒരു സ്ട്രക്ചർ ആണെങ്കിൽ നമ്മൾ 1 ബൈ എന്നെ കൂടി പുറത്തെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിനെങ്ങനെ മാറ്റി ചെയ്തിട്ടുണ്ടായത്? 1 ബൈ എൻ, 2 ബൈ എൻ, n ബൈ എൻ. അപ്പം ഇന്റഗ്രൽ 0 to 1 ആണ്. കാരണം നമ്മൾ 0ന് 1നെയാണ് പാർട്ടീഷൻ ചെയ്തത്. 1 ബൈ എൻ, 2 ബൈ എൻ, n ബൈ എൻ എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ 1 തന്നെയാണ്. ഇന്റഗ്രൽ 0 to 1. എഫ് ഓഫ് എക്സ് എന്തായിരുന്നു? ഈച്ച് ടേം ഇൻ ടേംസ് ഓഫ് എഫ് ഓഫ് എൻ. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? എവിടെയൊക്കെ 1 ബൈ എൻ ഉണ്ട് അവിടെയൊക്കെ എന്ത് കൊടുക്കുക? എക്സ് കൊടുക്കാം. 1 ബൈ 1 പ്ലസ് എക്സ് ഇൻറ്റു ടി എക്സ്. ഈ സം എന്ന് പറയുന്നതും ഈ സം എന്ന് പറയുന്നത് രണ്ടും എന്താണ്? ഈ ഇന്റഗ്രൽ വാല്യൂ സെയിം ആണ്. നമ്മൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഇതിനെ ഉള്ളോട്ട് മാറ്റുകയാണെങ്കിൽ ആക്ച്വലി എന്താ വരുന്നത്? ഈ n ഉള്ളോട്ട് എടുക്കുമ്പോൾ n പ്ലസ് 1, n പ്ലസ് 2. ഇതിന്റെ ഒരു മറ്റൊരു രീതി എന്ന് പറയുന്നത് ഇതേപോലെ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 ബൈ n പ്ലസ് 1 പ്ലസ് 1 ബൈ n പ്ലസ് 2 പ്ലസ് എക്സെട്ര 1 ബൈ n പ്ലസ് n ആണ്. ഇത് നമുക്ക് 1 ബൈ n പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഈ രീതിയിൽ എഴുതാം. അപ്പൊ ഇതിൽ നമ്മൾ നിങ്ങൾ എല്ലാത്തിനും n പ്ലസ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് കിട്ടും നമുക്ക് n ബൈ n പ്ലസ് 1 കിട്ടുക. n ബൈ n പ്ലസ് 1 എന്താണ്? ദാറ്റ് ഈസ് വിൽ ഗോസ് ടു 1. എല്ലാത്തിനും n പ്ലസ് n കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? നമുക്ക് എന്ത് കിട്ടും? n ബൈ 2n കിട്ടും. അപ്പൊ n ബൈ 2n n ബൈ 1 ബൈ 2 കിട്ടും. അപ്പൊ ഒരാൾ 1 ബൈ 2ലേക്ക് പോയി, ഒരാൾ 1ലേക്ക് പോയി. സോ വി കാൻ നോട്ട് യൂസ് സാൻഡ്വിച്ച് തിയറം. സോ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇന്റഗ്രൽ ഐഡിയ 1 ബൈ n പുറത്തെടുക്കുന്നു, എന്നിട്ട് ഈ രീതിയിലേക്ക് ഈച്ച് ടേമിന് എഴുതുന്നു. എന്നിട്ട് നമ്മൾ ഈ 1 ബൈ n, 2 ബൈ n, n ബൈ n വരെ ആണെങ്കിൽ 0 to 1ലാണ് ഇന്റഗ്രേഷൻ. സപ്പോസ് ഇത് 2n ബൈ n ആണെങ്കിൽ നമ്മൾ എന്തായിരിക്കും? 0 to 2 ആയിരിക്കും. 3n ബൈ n വരെ ആണെങ്കിൽ സാർ റൈറ്റ് സൈഡില് 1 കിട്ടിയ എങ്ങനെ ഒന്നും പറയാം? എവിടെ എവിടെ? റൈറ്റ് സൈഡില് ഇവിടെയാ? ഇതാ? അതല്ല സാർ, ഈ ക്വസ്റ്റ്യനിൽ അവസാനം 1 ബൈ റൂട്ട് n സ്ക്വയർ പ്ലസ് 1 ബൈ n, അതെങ്ങനെ 1 കിട്ടിയെന്ന്? ഇതാ? സിമ്പിൾ അല്ലേ? ആ ഈ n സ്ക്വയറിനെ ഞാൻ പുറത്തെടുക്കുമ്പോൾ എന്ത് സംഭവിക്കുക? റൂട്ട് ഓഫ് n സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് 1 ബൈ n സ്ക്വയർ അല്ലേ? റൂട്ട് ഓഫ് n സ്ക്വയറിനെ പുറത്തെടുക്കുമ്പോൾ n ആയിട്ടല്ലേ വരുമോ? ഓക്കെ സാർ, കിട്ടി കിട്ടി കിട്ടി. ഓക്കെ ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് മറ്റേ എക്സാമ്പിൾ പറയാൻ വേണ്ടി പറഞ്ഞിട്ടേ ഉള്ളൂ. ഇത് നിങ്ങൾ ഒരുപാട് എക്സാമ്പിൾ നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക? ഇതങ്ങ് പഠിക്കുക ഈ സാധനം. ആദ്യം സാൻഡ്വിച്ച് തിയറം വർക്ക് ആവുന്നതിലേക്ക് മാത്രമേ ഇതിനെപ്പറ്റി ചിന്തിച്ചാൽ മതി. ഓക്കെ ഫൈൻ. അപ്പൊ നമ്മള് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് സീക്വൻസ് ആൻഡ് സീരീസിലെ. നോമ്പായതുകൊണ്ട് ഫുൾ എനർജി എടുക്കാൻ പറ്റുന്നില്ല. വൈകുന്നേരം 3 മണിക്കാണ് നമ്മൾ അടുത്ത സെക്ഷന്. അതിൽ ഗ്രൂപ്പ് തിയറിയും റിംഗ് തിയറിയും ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
സീക്വൻസും സീരീസിന് ഇതേപോലത്തെ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ വരാറുള്ളൂ. അപ്പൊ എന്ത് ചെയ്യാ, ഈ ക്ലാസ് ഒന്നും കാര്യമായിട്ട് നോക്കുക, പിന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടുകൾ എല്ലാം കുറച്ച് കുറച്ച് പഠിക്കുന്നതിന് പകരം എൻ്റെ സജഷന് പഠിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചിട്ട് ക്വസ്റ്റ്യൻ കോൺഫിഡൻസ് ആയിട്ട് അപ്രോച്ച് ചെയ്യാം. എല്ലാം പഠിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ല. ഈവൻ ഞാനാണെങ്കിലും എക്സാമിന് പഠിച്ച സമയത്ത് എല്ലാം പഠിച്ചിട്ടില്ല. എനിക്ക് പറ്റുന്ന, എനിക്ക് കംഫർട്ട് ആയിട്ടുള്ള 3-4 സബ്ജക്റ്റ് ഞാൻ ചൂസ് ചെയ്തു. ആ 3-4 സബ്ജക്റ്റിൽ ഞാൻ ഇരുന്ന് പഠിച്ചു. അപ്പൊ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചിലപ്പോൾ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു 100 ക്വസ്റ്റ്യൻസ് കണ്ടിട്ട് തോന്നുന്നു, 105 100 ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അപ്പൊ അതിൽ നിങ്ങൾ 105 എഴുതാനുള്ള സമയം ഒരിക്കലും ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യാം, 5 ടോപ്പിക് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലാവും, ഇത് ഞാൻ പഠിച്ച ടോപ്പിക്കാണ്, അപ്പൊ അത് ട്രൈ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായി, ഞാൻ പഠിക്കാത്ത ടോപ്പിക്കാണ്, അപ്പൊ തന്നെ സ്കിപ്പ് ചെയ്യാം, സമയം ലാഭിക്കാം. അപ്പം എല്ലാം കുറച്ച് കുറച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ എല്ലാ ക്വസ്റ്റ്യൻസും വായിച്ച് സമയം കളയുന്ന ഒരു അവസ്ഥ വരും. അപ്പൊ നമുക്ക് കോൺഫിഡൻസ് ആൻസർ ചെയ്യാനും പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യാം, ഒരു പർട്ടിക്കുലർ ഫിക്സഡ് ടോപ്പിക്ക് നിങ്ങൾ ചൂസ് ചെയ്യാം. സീക്വൻസ് ആൻഡ് സീരീസ്, റിയലിന്റെ 1 വേരിയബിൾ പഠിക്കുന്നത് നല്ലതായിരിക്കും. 2 വേരിയബിൾ ചിലപ്പോൾ ചെയ്യാൻ പറ്റണമെന്നില്ല, ഒരുപാട് ടൈം എടുക്കും. പക്ഷെ 1 വേരിയബിളും സീക്വൻസും സീരീസും പഠിക്കാം. ലീനിയർ ഓൾജിബ്ര നിർബന്ധമായിട്ടും പഠിക്കണം. ഗ്രൂപ്പ് തിയറി നിർബന്ധമായിട്ടും പഠിക്കണം. റിംഗ് തിയറി നിർബന്ധമായിട്ട് പഠിക്കണം. കോംപ്ലക്സ്, പിന്നെ ODEയും ഇന്റഗ്രൽ കാൽക്കുലസും വെക്ടർ കാൽക്കുലസും LPPയും നിങ്ങൾക്ക് എത്രത്തോളം അപ്രോച്ച്. LPP നമുക്ക് 2-3 ക്വസ്റ്റ്യൻ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അത് സമയം കുറച്ച് കൺസ്യൂം ചെയ്യും. പിന്നെ വെക്ടർ കാൽക്കുലസും കുറച്ച് ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങളത് ചൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ എല്ലാം പഠിക്കുന്നതിന് പകരം കുറച്ച് ടോപ്പിക്ക് ഫിക്സ് ചെയ്തിട്ട് ഇരുന്ന് പഠിക്കുക. നല്ല കോൺഫിഡൻസ് ഉണ്ടാക്കുക. പ്രോബ്ലം വരുന്ന സമയത്ത് ഇത് ഞാൻ പഠിച്ചാണ്, അപ്പൊ ചെയ്യാം, ട്രൈ ചെയ്യാം. കുറെ സമയം കളയരുത്. ഒരു 3 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ വിടുക. അത് തന്നെ ഇരുന്ന് സമയം കളയരുത്. ഇത് കിട്ടിയിട്ട് ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്ന ചിന്തിക്കരുത്. അതെപ്പോഴും ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യമാണ്. പിന്നെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് ആണ് ഇൻകറക്റ്റ് ആണ് എപ്പോഴും ശ്രദ്ധിക്കുക. എക്സാമ്പിൾ വെച്ച് അപ്രോച്ച് ചെയ്യാൻ നോക്കുക. ഗ്രാഫിക്കൽ വെച്ച് അപ്രോച്ച് ചെയ്യാൻ നോക്കുക. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് കണക്ട് ചെയ്ത് പഠിക്കുക. പിന്നെ ക്വസ്റ്റ്യൻസ് കറക്റ്റ് വായിക്കുക. പിന്നെ ചെയ്യേണ്ടത് എഴുതി തന്നെ ചെയ്യാം. പേപ്പറൊക്കെ നിങ്ങൾക്ക് തരും, പ്രോബ്ലം എഴുതി ചെയ്യുക. വെറുതെ മനസ്സിൽ ഇപ്പം ചിലപ്പോൾ തിരക്കിന്റെ ഇടയിൽ 1+3 ഒക്കെ ചിലപ്പോൾ കൂട്ടുമ്പോൾ ഒക്കെ തെറ്റാം. I × I ഒക്കെ -1 ആണ്, 1 അല്ല. -I × I ആകുമ്പോൾ അത് 1 ആണ്. അങ്ങനത്തെ ചെറിയ ചെറിയ കാൽക്കുലേഷൻസ് ഒക്കെ നമ്മൾ എഴുതിയിട്ട് തന്നെ നോക്കുക. എനിക്കൊക്കെ തെറ്റിയ ഫോൾട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. കാരണം ആ ടെൻഷനിൽ നമ്മൾ കുറച്ച് വെപ്രാളായിരിക്കും. നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ കിട്ടാണ്ടിരിക്കുമ്പോൾ ടെൻഷൻ ആകും. അപ്പൊ കൂളായിട്ട് നമ്മൾ പരമാവധി നമ്മൾ എന്ത് ചെയ്യാം, റിലാക്സ് ആയിട്ട് എക്സാം ആയി നോക്കാം. കോൺഫിഡൻസ് ആയിട്ട് തന്നെ അപ്രോച്ച് ചെയ്യുക എക്സാമിന്. അല്ലാതെ പേടിച്ചിട്ടൊന്നും എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം. കിട്ടുന്ന ഒരു പ്രതീക്ഷയിൽ നമ്മൾ അപ്രോച്ച് ചെയ്യാം. കിട്ടിയില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ട്രൈ ചെയ്യുന്നു. ഇപ്പം ഒരുപാട് കുട്ടികൾ കോച്ചിങ് ഒന്നും ചെയ്യാതെ വെറുതെ പോയി എഴുതുന്നുണ്ട്. നമ്മൾ അറ്റ്ലീസ്റ്റ് ട്രൈ ചെയ്തു. എന്നെയൊക്കെ സംബന്ധിച്ചോളം നമ്മളൊരു കാര്യത്തിൽ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അത് ട്രൈ ചെയ്ത് നമുക്ക് സ്വന്തമായിട്ടൊരു ഫീൽ ചെയ്താൽ മതി. അല്ലാതെ വെറുതെ വന്ന് പോകുന്നതിലല്ല. വി വാണ്ട് ടു ഫീൽ അവർ സെൽഫ്, ഓക്കെ ഞാൻ ഇത് ട്രൈ ചെയ്തിട്ടുണ്ട്, കിട്ടോ ഇല്ല എന്നൊക്കെ നോ മാറ്റേഴ്സ് ആണ്. അല്ലാതെ ട്രൈ ചെയ്യാതെ കിട്ടാനൊക്കെ നമ്മൾ തന്നെ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. ഉഷാറായി പഠിക്കുക. ഇനി 3 മണി ഞാൻ വിചാരിക്കും നമുക്കൊരു 3:30 ആക്കാം. എനിക്ക് ക്ഷീണാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ 3:30 3:30 to നമുക്ക് 5 മണി വരെ വെക്കാം. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. 3 വേണ്ട, കുറച്ച് കിടന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ എനർജി കിട്ടും. അപ്പൊ 3:30 കേട്ടോ ഇന്നത്തെ ക്ലാസ്. കുഴപ്പമില്ലല്ലോ? 3:30 ഓക്കെ അല്ലേ? എത്ര മണിയാണ് സാർ? 3:30 3 വരെയാണോ? 3:30 കുഴപ്പമുണ്ടാവും? ഇല്ല സാർ, കുഴപ്പമില്ല. ഓക്കെ, എല്ലാവരും ഓക്കെ ആണെങ്കിൽ അത് ഓക്കെ. അല്ലെങ്കിൽ 3 മണിക്ക് നിങ്ങൾക്ക് സൗകര്യം ഏതാണെങ്കിൽ 3 മണിക്ക് വെക്കാം. 3:30 ഫൈൻ ആണെങ്കിൽ എല്ലാവരും ഓക്കെ പറഞ്ഞ അത്രയും നല്ലത്. പരമാവധി എല്ലാവരും അറ്റൻഡ് ചെയ്യാൻ നോക്കുക. അപ്പൊ നിങ്ങൾക്ക് കൊണ്ടാണ് ഞാൻ നോമ്പെടുത്തിൽ എനർജി കളയുന്നത്. സോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ നിങ്ങളത് പാർട്ടിസിപ്പേഷൻ ഉണ്ടാവണം. ഇപ്പൊ ഈ 6 പേര് മതി എനിക്ക്. ഇപ്പം നിങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങളത് ഉത്തരങ്ങളൊക്കെ എല്ലാവരും പറയുന്നുണ്ട്, ഭയങ്കര ഹാപ്പിയാണ്. അപ്പം ആ റെസ്പോൺസ് കിട്ടുമ്പോൾ നമ്മളൊന്ന് ഹാപ്പി ആവും. നമ്മൾ എടുക്കുന്ന എഫേർട്ടിൽ അതിനൊരു റിസൾട്ട് ഉണ്ടാകുന്ന അറിയുമ്പോൾ. സോ ഉഷാറായിട്ട് തന്നെ പഠിക്കുക. എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചോദിക്കാം. സോ ബൈ. വൈകുന്നേരം കാണാം കേട്ടോ. ഓക്കെ സാർ, താങ്ക് യു. Thank you, sir. ഓക്കെ.